നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്, അംഗീകൃത സാമൂഹിക ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ആരോഗ്യ മേഖലയിലെ സന്നദ്ധ സേന കേവലം 500-1000 ഓണറേറിയം ലഭിച്ചിരുന്ന കാലം മുതൽ കേരളത്തിൻ്റെ ആരോഗ്യ മാതൃകയെ ലോക നിലവാരത്തിലെത്തിക്കാൻ പ്രയത്നിച്ചവർ മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടെങ്കിലും കേരളം ആശാപ്രവർത്തകരെ പലപ്പോഴായി മാന്യത കൊടുത്ത് കൈപിടിച്ചുയർത്തി. കോവിഡ് കാലത്തും നിപ്പ വന്നപ്പോഴുമൊക്കെ ആശയറ്റ ഒരു സമൂഹത്തെ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ആത്മവിശ്വാസം പകർന്ന് നയിച്ച കേരളത്തിൻ്റെ സർക്കാരിനൊപ്പം തന്നെ ആശാപ്രവർത്തകരും ഉണ്ടായിരുന്നു. കേരളം മറന്നില്ല അവരെ. പ്രതിസന്ധികൾക്കിടയിലും ആശാപ്രവർത്തകരെ തിരിച്ചും പിന്തുണച്ചു. 10,000 മുതൽ 13,000 മുകളിൽ വരെ ഓണറേറിയവും ഇൻസെൻറ്റീവും വാങ്ങുന്ന 95% വരുന്ന 20,000 മുകളിൽ ആശാപ്രവർത്തകർ അങ്ങനെ വന്നതാണ്. കരുതൽ എപ്പോഴൊക്കെ എങ്ങനെയെന്ന് രാഷ്ട്രീയം നോക്കേണ്ടി വരുന്ന കാലം കൂടിയാണ് ഇത്. രാഷ്ട്രീയം നോക്കിയാൽ അത് ഇടത് സർക്കാരിൻ്റെ കരുതലാണ്. കണക്ക് പറഞ്ഞാൽ ഈ 13,000-ലെ 3,000-ൽ ഇൻസെൻറ്റീവിൽ എപ്പോഴോ കിട്ടുന്ന 1,000 മുതൽ 1,500 വരെ കേന്ദ്ര വിഹിതം അന്നും ഇന്നും അത്ര തന്നെ. പിണറായിക്ക് മുൻപ് ആഗ്രഹിച്ചിട്ടും 1000 കടന്ന് ഒരു തുക ആശാപ്രവർത്തകർക്ക് കൊടുക്കാൻ കഴിയാത്ത ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ ഇപ്പോഴും വൈറലാണ്. കുടിശ്ശിക പോലും ഇല്ലാതെ ഇതുവരെയുള്ള ഓണറേറിയവും ഇൻസെൻറ്റീവും 95% പേരും ഇപ്പോൾ വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കേവലം 87 പേരുടെ കാര്യത്തിൽ ഇപ്പോഴും 7,000-ൽ താഴെയാണ് ഓണറേറിയം എന്നതാണ് ശരി. പക്ഷേ സംസ്ഥാനത്തെ മറ്റ് 20,000-ലധികം ആശാ വർക്കർമാർ ഈ മുദ്രാവാക്യം ഉയർത്തി സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിൽ ഉണ്ടോ? ഇൻസെൻറ്റീവ് കൂട്ടാൻ ഇപ്പോഴും തയ്യാറാകാത്ത കേന്ദ്രം ഒരു ഭാഗത്ത് കല്ല് പോലെയുണ്ട്. സമരക്കാരെ ചർച്ചയ്ക്ക് വിളിച്ച് ആവശ്യങ്ങളിൽ പരമാവധി അംഗീകരിച്ചു ആരോഗ്യമന്ത്രി. എന്നിട്ടും 22,000-ൽ പരം ആശാമാരിൽ 1,500-ഓളം പേരെ മാത്രം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൊടി പിടിപ്പിക്കുന്നത് സ്ഥിരം നുഴഞ്ഞുകയറ്റക്കാരാണോ? സമരത്തെ കലാപമാക്കി ആശാമാരെ മുതലാക്കി സർക്കാരിനെതിരെ യുദ്ധം നടത്തുന്നത് ആരാണ്? സന്നദ്ധ പ്രവർത്തകരായിട്ടും തൊഴിലാളികളെപ്പോലെ ആശാപ്രവർത്തകരെ അംഗീകരിക്കുന്ന അംഗീകൃത ട്രേഡ് യൂണിയനുകളെപ്പോലും ഇരുട്ടത്ത് നിർത്തി ആശാപ്രവർത്തകരെ ഇളക്കിവിടുന്ന ആശയം ആരുടേതാണ്? അരാജകരുടെ ആശ എന്താണ്? പ്രതിപക്ഷത്തിൻ്റെ താല്പര്യം എന്താണ്? ആശയിൽ നിരാശ പടർത്തുന്നത് ആരാണ്? ഇത് പരിശോധിക്കുകയാണ് ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസ്. ചർച്ചയിൽ ചേരുന്നവർ: CPIM നേതാവ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, കോൺഗ്രസ് വക്താവ് ദീപ അനിൽ, ആശാ വർക്കേഴ്സ് ഫെഡറേഷന്റെ അഖിലേന്ത്യാ അധ്യക്ഷ PP പ്രേമ എന്നിവർ. ഏറ്റവും ആദ്യം PP പ്രേമയിലേക്കാണ്. ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITU വിഭാഗത്തിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷയാണ് PP പ്രേമ. ഇപ്പോൾ ചർച്ചയിൽ ചേരുന്നു. PP പ്രേമ, നിങ്ങൾ ഒരു 48 മണിക്കൂർ സമരം നടത്തിയ വാർത്ത ശ്രദ്ധയിലുണ്ട്. അതിന് ഒടുവിൽ സർക്കാർ നിങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജാണ് ആ ചർച്ച നടത്തിയത്. നിങ്ങളുടെ ആവശ്യങ്ങൾ അവിടെ ഉന്നയിച്ചിരുന്നു. എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്ന സമരത്തിൽ ഈ മുദ്രാവാക്യങ്ങളൊക്കെ കാണുമ്പോൾ ഒന്നും നടന്നില്ലേ ഈ ചർച്ചകളൊന്നും? ഞങ്ങൾ സമരം നടത്തിയത് ഈ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടല്ല. ഞങ്ങളുടെ സമരത്തിൽ ഈ മുദ്രാവാക്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഞങ്ങളുടെ പ്രധാന വിഷയം ആശമാരുടെ ജോലി ഭാരം, അതോടൊപ്പം ചെയ്ത വർക്കുകൾ തന്നെ വീണ്ടും ചെയ്യിക്കുക, അടിമ വേല ചെയ്യിക്കുന്നത് പോലെ രാവും പകലും പണിയെടുപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായ സമയത്താണ്
2 തവണ സമരം നടത്തിയിട്ടും DHSലെ ഡയറക്ടറുമായി ചർച്ച നടത്തിയിട്ടും വേണ്ടത്ര പരിഗണന ലഭിക്കാതെ വന്നപ്പോൾ DHSന് മുന്നിൽ ഒരു രാപ്പകൽ സമരം നടത്തണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. രാപ്പകൽ സത്യാഗ്രഹ സമരം നടത്തി 12 മണിക്കൂറാകുന്നതിന് മുൻപ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ചർച്ചയിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച മുഴുവൻ മുദ്രാവാക്യങ്ങളും അംഗീകരിക്കുന്ന നിലപാടാണ് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്നും DHSൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. അത് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ വേണ്ടി കഴിയും. കേരളത്തിൽ 26,117 ആശമാരുള്ളതിൽ 20,355 മെമ്പർഷിപ്പ് CITUവിനുണ്ട്. CITU നേതൃത്വത്തിൽ നിരവധിയായ സമരങ്ങൾ ഈ മേഖലയിൽ നടത്തേണ്ടി വന്നിട്ടുണ്ട്. ഇൻസെൻറ്റീവ് ആശമാരെ നിയമിച്ച് ആ സമയത്ത് തന്നെ നിശ്ചിത ഇൻസെൻറ്റീവായിരുന്നു പറഞ്ഞിരുന്നത്. ആ സമയത്ത് ഇൻസെൻറ്റീവ് 1.5 വർഷം തരാതെ 1 രൂപ പോലും തരാതെ ഞങ്ങളെ പ്രവർത്തിപ്പിച്ചു. ആ സമയത്ത് CITUവിൻ്റെ കൊടിക്കീഴിൽ അണിനിരക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഞങ്ങൾ ആ സംഘടന രൂപീകരിക്കുകയും CITUവിൻ്റെ സഹായത്തോടു കൂടി സമരം ചെയ്യുകയുമായിരുന്നു. അന്ന് ഇൻസെൻറ്റീവ് 2 തവണകളിലായി ആ 1.5 വർഷത്തെ ഇൻസെൻറ്റീവ് ലഭിച്ചു. പിന്നീട് ഉത്സവ ഭത്ത ലഭിക്കാൻ വേണ്ടി ഇത് 2005 മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ തന്നെ ആശമാരെ തിരഞ്ഞെടുത്തത്. എന്നാൽ കേരളത്തിൽ അന്ന് UDF സർക്കാർ ആയതുകൊണ്ട് കേരളത്തിൽ ആരോഗ്യ മേഖല വളരെ ശക്തിപ്പെട്ട സംസ്ഥാനമാണെന്നും ആശമാരുടെ ആവശ്യമില്ല എന്നും പറഞ്ഞ് സർക്കുലർ മാറ്റിവെച്ചതായിരുന്നു. എന്നാൽ പിന്നീട് വന്ന VS അച്യുതാനന്ദൻ ഗവൺമെൻറ്റാണ് ആശമാരെ, അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി PK ശ്രീമതി ടീച്ചറാണ് ആശമാരുടെ ഈ സർക്കുലർ പൊടി തട്ടിയെടുത്ത് നടപ്പാക്കാൻ വേണ്ടി തയ്യാറായതും. പിന്നീട് അന്ന് 25,000-ഓളം ആശമാരെയായിരുന്നു തെരഞ്ഞെടുത്തിരുന്നത്. ഞങ്ങളെ ഇൻ്റർവ്യൂ നടത്തി ഫീൽഡിലേക്ക് ഇറക്കുന്ന സമയത്ത് ആഴ്ചയിൽ 3-4 ദിവസം 2-3 മണിക്കൂർ പ്രവർത്തിച്ചാൽ മതി, അതിന് നിശ്ചിത ഇൻസെൻറ്റീവാണ് തരിക എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ പ്രവർത്തനത്തിന് ഫീൽഡിലേക്ക് ഇറങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് 12 മണിക്കൂറും എടുത്താൽ തീരാത്ത പ്രവർത്തനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഞങ്ങൾ ചെയ്യേണ്ടതല്ലാത്ത ഒരുപാട് ജോലികൾ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചു. പിന്നീടാണ് ഞങ്ങൾക്ക് 1.5 വർഷം ഈ ഇൻസെൻറ്റീവും കിട്ടാതെ വന്നപ്പോഴാണ് ഞങ്ങൾ വീണ്ടും സംഘടന വേണം എന്നുള്ള ധാരണയോടുകൂടി CITU സംഘടിപ്പിക്കുകയും സമരത്തിലേക്ക് പോവുകയും ചെയ്തത്. ആ സമരത്തിലേക്ക് പോയ സമയത്താണ് 1.5 വർഷത്തെ ഇൻസെൻറ്റീവ് ഞങ്ങൾക്ക് കിട്ടുന്നത്. വീണ്ടും ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ ആദ്യമായിട്ട് ഉത്സവ ഭത്ത ഞങ്ങൾക്ക് കിട്ടി. ക്ലീനിങ്ങും അതുപോലെ ബെഡ്ഷീറ്റ് അലക്കൽ വരെ ആശമാരെ കൊണ്ട് ചെയ്യിച്ചിരുന്നു. ഇതിനെതിരെ അതിശക്തമായ സമരം നടത്തിയതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി ടീച്ചർ ഇത്തരം ജോലികളൊന്നും ആശമാരെ കൊണ്ട് ചെയ്യിക്കരുതെന്നുള്ള നിർദ്ദേശം നൽകി. അത്തരം സമരങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹോണറേറിയം ഞങ്ങൾക്ക് അനുവദിക്കണം എന്ന് പറഞ്ഞ് PS അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി 300 രൂപ വീതം ഓണറേറിയം നീക്കി വെച്ചുകൊണ്ടാണ് ആ ഗവൺമെൻറ് അധികാരത്തിൽ നിന്നും പോയിട്ടുള്ളത്. പിന്നീടുള്ളൊരു അനുഭവം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ 5 വർഷക്കാലമാണ്. ഈ ഹോണറേറിയമോ ഇൻസെൻറ്റീവോ 14 മാസക്കാലം തന്നില്ല എന്നുള്ളതാണ് വസ്തുത. ആ 14 മാസക്കാലം ഓണറേറിയവും ഇൻസെൻറ്റീവും തരാതിരുന്ന സമയത്താണ് നിരവധിയായ ഇടപെടലുകൾ നടത്തി. മുഖ്യമന്ത്രിയെ കണ്ടു, ആരോഗ്യവകുപ്പ് മന്ത്രിയെ കണ്ടു. അതൊന്നും പരിഗണിക്കപ്പെടാതെ വന്നപ്പോഴാണ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ 14 ദിവസം രാപ്പകൽ സമരം നടത്തണം എന്ന് 14 മാസത്തെ ഇൻസെൻറ്റീവും ഹോണറേറിയവും കിട്ടാതെ വന്നപ്പോൾ ഞങ്ങൾ രാപ്പകൽ സമരം നടത്താൻ വേണ്ടി ഞാൻ ഒന്ന് ഇടപെടുന്നത് സമയത്തിന്റെ കൂടി പ്രശ്നമുള്ളത് കൊണ്ടാണ്. ഇപ്പോ നമുക്ക് കുറച്ചുകൂടി സ്പെസിഫിക് ആയി ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം. അതിലേക്ക് താങ്കൾ ഒന്ന് വരികയാണെങ്കിൽ, ഇപ്പോൾ നോക്കൂ, താങ്കൾ ഈ പറഞ്ഞതുപോലെ 2005 രാജ്യം മുഴുവൻ തുടങ്ങിയ ആശാ വർക്കർമാരുടെ സേവനം കേരളത്തിൽ ആ സമയത്ത് ഉണ്ടായില്ല. അന്ന് കേരളത്തിൽ UDF ഭരിക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് ഒരു ഇടത് സർക്കാർ താല്പര്യമെടുത്താണ്
ആശാ വർക്കർമാരുടെ ഒരു സംവിധാനം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലേക്ക് കൊണ്ടുവരുന്നത്. അതവിടെ നിന്ന് ആ സർക്കാർ പോകുന്നത് വരെ നിങ്ങൾ നടത്തിയ സമ്മർദ്ദത്തിൻ്റെ കൂടി ഫലമായി ആ സർക്കാരും നിങ്ങളോടൊപ്പം പല ഘട്ടങ്ങളിലും നിങ്ങൾ ആവശ്യപ്പെട്ട സമ്മർദ്ദത്തിനൊപ്പം നിൽക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായി കുറേ മുന്നേറ്റങ്ങളുണ്ടായി. പക്ഷേ 2011 മുതൽ വീണ്ടും ഒരു സർക്കാർ മാറി വന്നപ്പോൾ, രാഷ്ട്രീയം മാറിയപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി സർക്കാർ വന്ന ആ ഒരു 5 കൊല്ലക്കാലത്തിൽ നിങ്ങൾക്ക് എന്ത് മാറ്റം സംഭവിച്ചു എന്ന് ആണ് അറിഞ്ഞു തുടങ്ങേണ്ടത്. ഈ 2016 പിണറായി സർക്കാർ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ വേതനത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? അതിലേക്ക് മാത്രം വന്നാൽ തൊട്ട് മുമ്പ് 300 രൂപ ഞങ്ങൾക്ക് നീക്കി വെച്ചുകൊണ്ടായിരുന്നു VS അച്യുതാനന്ദൻ ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പോയത്. ആ 300 രൂപ വീതമോ ഇൻസെൻറ്റീവോ 14 മാസക്കാലം തരാൻ തയ്യാറായില്ല. മാത്രമല്ല, ആ 300 രൂപയുള്ളത് 5 വർഷം കൊണ്ട് 1000 രൂപയിലേക്ക് ഉയർത്താനേ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് തയ്യാറായുള്ളൂ എന്നുള്ളതാണ്. ഞങ്ങൾക്ക് നിരവധിയായ സമരങ്ങൾ നടത്തുന്ന സമയത്ത് ഞങ്ങൾക്ക് ഉറപ്പ് തന്നു. മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും ആരോഗ്യ വകുപ്പ് മന്ത്രിയും ഞങ്ങൾക്ക് ഉറപ്പ് തന്നു. നിങ്ങൾക്ക് 5000 രൂപ ഹോണറേറിയം തരാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി കുറേ ഫയലുകൾ ഞങ്ങളുടെ മുന്നിലിട്ട് കാണിച്ചു. പക്ഷെ നിങ്ങൾക്ക് 1000 രൂപ വരെ മാത്രമേ ആ 2016 ആ സർക്കാർ പോകുന്നത് സമയത്ത് നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. അതെ, മനസ്സിലായി. അവിടെ നിന്ന് ഇപ്പോ പിണറായി സർക്കാർ ആദ്യഘട്ടം കഴിഞ്ഞു, രണ്ടാമത്തെ ഘട്ടത്തിൽ ഇപ്പോ 3.5 കൊല്ലവും കഴിഞ്ഞിരിക്കുന്നു. എത്ര മാറ്റമുണ്ടായി? നിങ്ങളുടെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് എൻ്റെ മുമ്പിലുള്ള കണക്കനുസരിച്ച് 10,000 മുതൽ 13,000 വരെ ഓണറേറിയവും ഇൻസെൻറ്റീവും കൂടി ചേർത്ത് ഏതാണ്ട് ഒരു 20,000-ഓളം ആളുകൾക്കെങ്കിലും കിട്ടുന്നുണ്ട് എന്നാണ്. ശരിയാണോ? യെസ്, അത് പിന്നെ ഒന്നാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന സമയത്താണ് ഞങ്ങൾക്ക് തെല്ലൊരാശ്വാസമായത്. കാരണം 1000 രൂപയിൽ നിന്ന് പടിപടിയായി 6000 രൂപ വരെ ഉയർത്തി ഹോണറേറിയം. പിന്നീട് ഞങ്ങളുടെ ഇൻസെൻറ്റീവിൽ വലിയ മാറ്റം വരുത്തുന്ന തരത്തിൽ ശൈലജ ടീച്ചർ ഇടപെട്ടു. ഫിക്സഡ് ഇൻസെൻറ്റീവ് 2000 രൂപയൊക്കെ അനുവദിക്കുന്നത് ആ സമയത്താണ്. നിശ്ചിത ഇൻസെൻറ്റീവ് ഞങ്ങൾക്ക് വെട്ടിച്ചുരുക്കി കേന്ദ്ര സർക്കാർ. ആ സമയത്ത് ശൈലജ ടീച്ചർ ഇടപെട്ട് ഞങ്ങളുടെ ഇൻസെൻറ്റീവിൽ ചില മെച്ചങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് സാനിറ്റേഷൻ സമിതി ഫണ്ട് ഉപയോഗിക്കാൻ വരെ തീരുമാനമെടുത്തു തന്നു. അങ്ങനെ ആ ഒരു 5 വർഷക്കാലം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിഗണന കിട്ടിയ സമയമാണ്. അത് തുടരുകയാണ് ഇപ്പോഴും. പിന്നീട് രണ്ടാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് 1000 രൂപ കൂടി വർദ്ധിപ്പിച്ച് 7000 രൂപ ഹോണറേറിയമാക്കിയത്. ഫിക്സഡ് ഇൻസെൻറ്റീവ് ഇപ്പം 3000 രൂപ ആക്കിയിട്ടുണ്ടെന്നറിയാൻ കഴിഞ്ഞു. പക്ഷേ ഞങ്ങളുടെ കൈകളിലേക്ക് ഈ ഫിക്സഡ് ഇൻസെൻറ്റീവ് 2000 രൂപയെ ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരി പ്രേമ, ഞാൻ മറ്റൊരു കാര്യം കൂടി, നിങ്ങൾ ഈ സമരം ഇപ്പോൾ നിങ്ങളൊരു സമരം നടത്തി, CIT ഒരു സമരം നടത്തി. അത് ആ സമയത്ത് നിങ്ങൾ ആവശ്യപ്പെട്ടതിൽ ഒന്ന് ഉപാധിരഹിത ഓണറേറിയം വേണം എന്നായിരുന്നു. മറ്റൊന്ന് നിങ്ങളുടെ ഈ ശൈലി ആപ്ലിക്കേഷൻ ആണല്ലോ, പുതിയ ആപ്ലിക്കേഷൻ, അതിൽ OTP സംവിധാനം വരുന്നത് നിർത്തലാക്കണം എന്നുള്ള നിങ്ങൾക്കൊരാവശ്യമുണ്ടായിരുന്നു. പിന്നെ വേതനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാകണം എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ഈ 2 കാര്യങ്ങളും സംസ്ഥാന ആരോഗ്യമന്ത്രിയുടെ ചർച്ചയിൽ നിങ്ങൾക്ക് അനുവദിച്ച് തന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രധാനമായും 3 കാര്യങ്ങളായിരുന്നു ഞങ്ങൾ അതിലേക്ക് വെച്ചിരുന്നത്. ഒന്ന്, ശൈലി ആപ്പിൽ ലെപ്രസി സർവേ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ലെപ്രസി സർവേ തന്നെ വീണ്ടും വീട് കയറി എടുപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ. അതോടൊപ്പം തന്നെ TB സർവേ ഈ ശൈലി ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും വീട് കയറി ചെയ്യണമെന്ന് ഉദ്യോഗസ്ഥർ തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായിട്ട് അതിന് നിർബന്ധിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ OTP സംവിധാനം വരികയാണ്. അത് ഏറെ ബുദ്ധിമുട്ടിച്ചു. ആ സമയത്തൊക്കെയാണ് ഈ ഹോണറേറിയത്തിൽ മാറ്റം വരുത്തണം, ഉപാധിരഹിത ഹോണറേറിയം തരണം എന്നുള്ളത് ഞങ്ങൾ 2 തവണകളായി ഉന്നയിച്ചതായിരുന്നു. അത് പരിശോധിച്ച് മാറ്റം വരുത്താം എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ഉറപ്പു തന്നിരുന്നു. ഈ സമരവുമായി ബന്ധപ്പെട്ടുള്ള അനുരഞ്ജന ചർച്ചയിൽ 15 ദിവസത്തിനുള്ളിൽ
അത് മാറ്റം വരുത്തുന്ന തരത്തിൽ ഇടപെടും എന്ന് ഉറപ്പ് നൽകി. അതുവരെ അതിനു മുൻപ് അഥവാ ജനുവരിയിലെ ഇൻസെൻറ്റീവ് ഹോണറേറിയവും അടിക്കുകയാണെങ്കിൽ ആ ഹോണറേറിയത്തിന് 10 ഉപാധിയുള്ളത് 5 ഉപാധി മാറ്റിക്കൊടുക്കണം എന്ന് തീരുമാനിച്ചു. പക്ഷേ അത് വേണ്ടി വന്നില്ല. 15 ദിവസത്തിനുള്ളിൽ തന്നെ ആ ഉപാധി എടുത്തു മാറ്റുന്ന സ്ഥിതിയിലേക്ക് പോയി. പിന്നെ എന്തുകൊണ്ടാണ് കുറച്ച് പേർ, എനിക്ക് തോന്നുന്നു ഒരു വളരെ നോമിനൽ ആയിട്ടുള്ള ഒരു ശതമാനം, 95% പേരും ഇപ്പോൾ സമരം ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ സമരത്തിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് കുറച്ച് പേർ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്? അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഞങ്ങളുടെ ഒരു വിശ്വാസം അത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഒരു രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് എന്നുള്ളതാണ്. തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഒരു സമരമായിട്ട് ഞങ്ങൾക്കതിനെ കാണാൻ വേണ്ടി കഴിയില്ല. കാരണം ഈ വിഭാഗം തൊഴിലാളികൾ അനുഭവിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് നിശ്ചിത ഇൻസെൻറ്റീവ് സ്ഥിരമായി വെട്ടിക്കുറച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ NHM പ്രൊജക്റ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഞങ്ങളെ തൊഴിലാളികളായും അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് വേണ്ട സർവ്വ ആനുകൂല്യങ്ങളും നൽകേണ്ടതും. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് ഇതിനൊന്നിനും ആകാതെ വരുന്ന സമയത്ത് ഞങ്ങളുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി സമരങ്ങൾ നടത്തിയിട്ടും ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ പോലും ആശ എന്നൊരു പേരോ 1 രൂപ പോലും ആശയ്ക്ക് നീക്കി വെക്കുകയോ ചെയ്യാത്ത സമയത്താണ് ഈ കേന്ദ്ര ഗവൺമെൻറ്റിന് മുന്നിലേക്ക് നടത്തേണ്ട സമരം സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് മുന്നിലേക്ക് നടത്തുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഇത് എന്തോ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇത് തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സമരമല്ല. മാത്രവുമല്ല, നമ്മുടെ തൊഴിലാളികൾ കൃത്യമായി ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ചെറിയ വിഭാഗത്തെ കബളിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്ന സമരം. ആ തൊഴിലാളികളോട് വളരെ വിനയത്തോടെ എനിക്ക് പറയാനുള്ളത്, അവരുടെ ജോലി നഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് അവർ പോകാൻ വേണ്ടി പാടില്ല. അവർ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് അവരുടെ ജോലി കൃത്യമായി ചെയ്തുകൊണ്ട് ഇത്തരം വേതനങ്ങളൊക്കെ കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള സകല ഇടപെടലുകളും ഇപ്പം സംഘടന എന്നുള്ള രീതിയിൽ നടത്തുന്നുണ്ട്. അത് അനുവദിച്ചു തരും എന്നുള്ളത് ഒരു സത്യമാണ്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന് ഈ ഹോണറേറിയം വർദ്ധിപ്പിക്കണം എന്ന് താല്പര്യമുണ്ട്. തീർച്ചയായും ഞാൻ വരാം. ശ്രീമതി PP പ്രേമ, ഞാൻ വരാം. ദീപ അനിലിലേക്ക് ഒന്ന് പോയിട്ട് അഡ്വക്കേറ്റ് അനിൽകുമാർ, ഞാൻ താങ്കളിലേക്ക് പെട്ടെന്ന് വരാം. ദീപ അനിൽ, ഇപ്പോൾ PP പ്രേമ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് വിശ്വാസമുള്ള ഒരു സംസ്ഥാന സർക്കാരുണ്ട്. ആ സംസ്ഥാന സർക്കാർ ചരിത്രം പരിശോധിച്ചാൽ ആ സംസ്ഥാന സർക്കാർ ആരാണോ ആ സർക്കാരിനെ കൈകാര്യം ചെയ്തിരുന്നത്, ഇടതുപക്ഷമാണ് അത് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ആ കാലഘട്ടങ്ങളിലൊക്കെ അവർക്ക് ഗുണമുണ്ടായിട്ടുണ്ട്. UDFൻ്റെ കാലത്ത് അത്ര മെച്ചമായിരുന്നില്ല പല കാര്യങ്ങളും. ചരിത്രം അതാണ്. ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ച പല കാര്യങ്ങളും നോക്കുമ്പോൾ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വളരെ നോമിനലായിട്ടുള്ള കുറച്ച് ആശാ വർക്കർമാർ ഇരിക്കുന്നുണ്ട്, സമരം ചെയ്യുന്നുണ്ട്. ആ സമരത്തെ വല്ലാതെ ആളിക്കത്തിക്കാനുള്ള പല തരത്തിലുള്ള നാടകങ്ങളും നടക്കുന്നു എന്നാണ് ഈ ആശാ വർക്കർമാരിൽ പലരും അഭിപ്രായപ്പെടുന്നത്. അനിൽകുമാറിൻ്റെ ഒക്കെ ഭാഷയിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ സർക്കാരിനെ എതിർക്കുന്ന പൊതുരാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകൾ വരുന്നു. അതുപോലെയുള്ള ആളുകൾ അവിടെ പലതരത്തിൽ ആ സമരത്തെ ആളിക്കത്തിക്കാൻ നോക്കുന്നു. പല മാധ്യമങ്ങളും അവിടെ നിന്ന് ഇപ്പോൾ തത്സമയ ചർച്ചകൾ നടത്തുകയാണ്. മാധ്യമങ്ങൾ അവരുടെ ഒരു വലിയ സംവിധാനം പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ PP പ്രേമ പറഞ്ഞത് പലതും ദീപയും കേട്ടല്ലോ. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് താങ്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ ഒരു കാര്യം കൂടി ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ശശി തരൂർ ഇന്ന് അവിടെ വൈകുന്നേരം 4 മണിക്ക് പോയിരുന്നു. നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ദീപയുടെ നേതാവാണെന്ന് എനിക്കറിയില്ല, നിങ്ങളിൽ ചില കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ നേതാവായി കാണുന്നുണ്ട്. ആ ശശി തരൂരിൻ്റെ ഇന്നത്തെ അവിടുത്തെ സന്ദർശനത്തിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇവർ ആശാ വർക്കർമാർക്ക് സഹായം കൊടുക്കണം, അവരുടെ ഓണറേറിയം കൂട്ടണം. ഈ കാര്യങ്ങൾ അദ്ദേഹം ഡൽഹിയിൽ പോയി പാർലമെൻറ്റിൽ സംസാരിക്കും, അവിടെ ഡൽഹിയിലുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തും എന്നാണ്. ശരിയല്ലേ? അവിടെയല്ലേ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്?
അദ്ദേഹം പറഞ്ഞത് കൃത്യമല്ലേ? അദ്ദേഹത്തിന് മനസ്സിലാകുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ടോ? കൈരളി ചാനലിന്റെ പ്രതിനിധികളും ശ്രീമതി പ്രേമയുമൊക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം നിങ്ങളുടെ ഈ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ വളരെ നോമിനലായിട്ടുള്ള, വളരെ പരിമിതമായിട്ടുള്ള ഒരു സമൂഹമാണ് അവിടെ സമരത്തിനിരിക്കുന്നത് എന്ന് പറഞ്ഞാല് 2-3 ദിവസമായിട്ട് അവിടെ സമരപന്തലിൽ പോകുന്ന എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല. വളരെ വലിയ ഒരു വിഭാഗം തന്നെയാണ് ആശാവർക്കർമാരിൽ അവിടെ സമരത്തിനിരിക്കുന്നത്. അല്ല, അതൊരു കണക്ക് നോക്കൂ ദീപാനിൽ. ഒറ്റ മിനിറ്റ്. അതായത് നമുക്ക് പറഞ്ഞു പോകാം. അല്ല, ഞാൻ ഈ ചോദ്യം ചോദിച്ചത് കേട്ടിട്ട് താങ്കൾ വ്യക്തമാക്കൂ. എന്റെ ചോദ്യം ഇതാണ്. ഞാൻ ദീപാനിൽ, താങ്കൾ എന്റെ അതിഥിയാണ്. ഞാൻ പറയുന്നത് കേൾക്കൂ. എന്റെ അതിഥിയാണ്, ഞാൻ താങ്കളെ മോശപ്പെടുത്തില്ല. എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. നമുക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാനുള്ള സ്ഥലമല്ല. എൻ്റെ അതിഥിയാണ് ദീപ അനിൽ. അതിഥിയായ ദീപ അനിലിനോട് ഞാൻ ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കുന്നു. താങ്കൾ പറഞ്ഞു അവിടെ നോമിനൽ അല്ല, അവിടെ ഒരുപാട് പേരുണ്ടെന്ന്. പക്ഷേ 26,000-ഓളം പേരാണ് ഈ ആശാ വർക്കർമാർ. ആ 26,000-ൽ 20,000-ലധികം പേർ ഈ പറയുന്ന PP പ്രേമയുടെ CITU വിഭാഗത്തിൽപ്പെട്ട ആശാ വർക്കേഴ്സ് ഫെഡറേഷനിലാണ് ഉള്ളത്. അവരാരും ഇതിൻ്റെ കൂടെ പോയിട്ടില്ല. ബാക്കി 6,000 പേരും അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ പറഞ്ഞത് ഒരു നോമിനൽ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ശതമാനക്കണക്ക് വെച്ച് പറയാൻ പറ്റും. പക്ഷെ അവിടെ ഒരു 1000-ന് അകത്തെ ഉള്ളൂ എന്നാണ് പറയുന്നത്. എന്തു പറയുന്നു? ഏറെ ബഹുമാന്യനായ ഡോക്ടർ ലാലിനോട് ഞാനൊരു കാര്യം പറയാം. ഞാനൊരു വാക്ക് അങ്ങോട്ട് പറഞ്ഞു, ഒരു വാചകം പറഞ്ഞു തുടങ്ങുമ്പോൾ തിരിച്ച് നിങ്ങളുടെ ഒരു അജണ്ട അടിച്ചേൽപ്പിക്കുന്ന ഈ ഒരു പ്രവണത നിങ്ങൾ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചർച്ചയ്ക്ക് വിളിക്കരുത്. ഞാൻ എന്ത് അടിച്ചേൽപ്പിച്ചു? ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞത് മുഴുവൻ താങ്കൾ കേട്ടിട്ടാണോ പിന്നെ അതിൽ ഇടപെട്ടത്? ഞാൻ പറഞ്ഞത് അവിടെ ഒരു നോമിനൽ ആണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് എന്റെ അഭിപ്രായം. രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ ആശാ വർക്കർമാരും ജോലി ചെയ്യുന്നത്. അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള CHCകളും PHCകളും ഒക്കെ ആ ലോക്കൽ ബോഡീസുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യമാണ്, കേരളത്തില് ഭൂരിപക്ഷം ലോക്കൽ ബോഡീസും അതിലും അധികാരത്തിലിരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇടതുപക്ഷ ഗവൺമെന്റിന് ഒരു അപ്രമാദിത്വം ഈ ആശാ വർക്കർമാരുടെ മേലിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന 26,000 നിങ്ങൾ അവകാശപ്പെടുന്ന, എനിക്ക് കൃത്യമായിട്ട് കണക്കറിയില്ല, 20,000-ഓളം പേര് CITU ബേസ്ഡ് ആയിട്ടുള്ള ആശാ വർക്കർമാരുടെ സംഘടനയിലാണ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞില്ലേ, നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന ആശാ വർക്കർമാരും ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായിട്ട് സമരം ചെയ്യാൻ വന്നിട്ടില്ല. നിഷ്പക്ഷരായിട്ടുള്ള ആശാ വർക്കർമാരാണ് അവിടെ സമരം ചെയ്യുന്നത്. പാവപ്പെട്ട ഒരു കൊടിക്കും കീഴിൽ അണിനിരക്കാത്ത ആശാ വർക്കർമാരാണ് അവിടെ അവിടെ സമരത്തിന് വന്നിരിക്കുന്നത്. അല്ലാതെ രണ്ടാമത്തെ എന്റെ ചോദ്യം അതാണ്. ഒരു കൊടിയിലും പെടാത്തവരാണ് അവിടെ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ചില കൊടിയുള്ള ആളുകൾ അവിടെ കൊടി പുറത്തെടുക്കാതെ വന്നിരിക്കുന്നു. അവരെയാണ് അരാജകവാദികൾ എന്ന് ഇവിടെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്ന അവസ്ഥയുള്ളത്. അവർക്ക് മറ്റ് പല സമരങ്ങളിലും നുഴഞ്ഞു കയറിയ അനുഭവമുണ്ട്. ഇപ്പോഴും അവർ പല സംഘടനകളുടെയും പേരിൽ അവിടെ പിരിവുകൾ നടത്തുന്ന ആളുകളാണ് എന്നൊക്കെ പറയുന്നതിൽ ശരിയുണ്ട് എന്നാണ്. താങ്കൾക്ക് അതിൽ എന്തെങ്കിലും അറിവുണ്ടോ? അത് അറിയാത്തത് കൊണ്ടാണോ? ഞാൻ പറഞ്ഞു തരണോ? ആശാ വർക്കർമാരെന്ന് പറയുന്ന ഒരു സമൂഹം നമ്മുടെ പൊതുസമൂഹത്തിന് മുന്നിൽ പരിചയപ്പെടുത്തേണ്ട ഒരു കൂട്ടരല്ല. ആ ഒരു സേവന പ്രവർത്തനം ചെയ്യുന്നവരാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ നമ്മുടെ അത്യാവശ്യ സമയത്ത് നമുക്ക് ഏറ്റവും വിഷമം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സാന്ത്വനവുമായി എത്തുന്നവരാണ് ആശാ വർക്കർമാര്. അവരെ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ പാർട്ടികൾക്ക് ആശാ വർക്കർമാരുടെ സമരം 1 ദിവസം 2 ദിവസം 3 ദിവസം ആകുമ്പോൾ ഞങ്ങൾ എല്ലാവരും തന്നെ ധരിച്ചിരുന്നത് ഈ സമരം വളരെ പെട്ടെന്ന് തന്നെ തീർക്കുമായിരിക്കും ഗവൺമെന്റ് എന്നാണ്. കാരണം അത്രത്തോളം സേവനം നടത്തുന്ന ഒരു വിഭാഗമാണ് ആശാ വർക്കർമാരെന്ന് പറയുന്നത്. ദിവസമായിട്ടും ഗവൺമെന്റ് തിരിഞ്ഞു നോക്കുന്നില്ല. അതോടൊപ്പം തന്നെ CITU എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നേതാവ്, ഇവിടെ മുൻ മന്ത്രിയായിട്ടുള്ള ആൾ ഇവിടെ ഇരുന്നിട്ട് അവഹേളിക്കുകയാണ് ഓരോ ദിവസവും. ശരി, അത് നിങ്ങൾ പറഞ്ഞോളൂ. ശരി, അപ്പോഴും
ദീപാനിൽ, എനിക്ക് ദീപാനിലിനോട് ചോദിക്കാനുള്ളത്, ദീപാനിൽ കോൺഗ്രസ് പാർട്ടിയുടെ വക്താവാണ്. ഇപ്പോ ഈ പറയുന്ന, അല്ല ഞാൻ പറയുന്നത് കേൾക്കൂ, താങ്കൾ കോൺഗ്രസ് പാർട്ടിയുടെ വക്താവാണ്. കോൺഗ്രസ് പാർട്ടി എങ്ങനെയാണ് ഈ ആശാ വർക്കറോട് പെരുമാറിയിരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടല്ലോ. വേതനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഈ ആശാ വർക്കർമാരുടെ സംവിധാനം കേരളത്തിൽ കൊണ്ടുവരുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനം എന്തായിരുന്നു, നിലപാടുകൾ എന്തായിരുന്നു? അതൊക്കെ മറന്നുകൊണ്ടാണോ നിങ്ങളിപ്പോ ഇതൊന്നും അറിയാത്തതുപോലെ ഈ സർക്കാരിനെതിരെ ഇപ്പൊ സംസാരിക്കുന്നത്? ശ്രീമതി പ്രേമ ഇവിടെ പറഞ്ഞല്ലോ 300 രൂപയിലാണ് ഇത് തുടങ്ങിയത്. അത് 300 രൂപയിൽ നിന്ന് 301 രൂപ പോലും ആക്കാതെയാണ് ശ്രീ തോമസ് ഐസക് അവർക്ക് വാക്ക് കൊടുത്തിട്ട് തന്നെയാണ് പോയത്. പക്ഷേ അത് നടപ്പാക്കിയില്ല. അതിനുശേഷം ഈ ഓണറേറിയം വർധനവ് തുടങ്ങി വെച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. എത്ര രൂപ 14 മാസം കൊടുത്തില്ല. ഉമ്മൻചാണ്ടി സർക്കാർ വന്നിട്ട് 14 മാസം അവർ സമരം ചെയ്യുന്നത് വരെ നിങ്ങൾ കൊടുത്തില്ല. അത് ഒന്ന്. രണ്ടാമത്തെ കാര്യം എത്ര രൂപ കൂട്ടി നിങ്ങൾ? ക്ഷേമ പെൻഷൻ ഇപ്പൊ നേരെയാണോ കൊടുക്കുന്നത്? ക്ഷേമ പെൻഷൻ അല്ല, പിന്നെ നിങ്ങൾ അവകാശം പറയരുത്. ഇപ്പൊ ക്ഷേമ പെൻഷൻ നേരെയാണല്ലോ കൊടുക്കുന്നത്. ക്ഷേമ പെൻഷൻ നേരെയല്ലേ കൊടുക്കുന്നത്? ആ സമയത്ത് ഇങ്ങനെ ഒരു ഈ വേറെ ആശാ വർക്കർമാർ മറ്റു ജോലികൾ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിയമം ഉണ്ടായിരുന്നോ? ഇന്ന് ആശാ വർക്കർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ഈ പരിമിതമായ ശമ്പളത്തിൽ നിന്ന് മാത്രമേ അവർക്ക് അവരുടെ ഉപജീവനം കഴിക്കാൻ കഴിയുള്ളൂ. 13,000-ഓളം രൂപയെങ്കിലും ഉണ്ടല്ലോ. അത് ആരാണ് 13,000 വരെ എത്തിച്ചത്? ഈ പറയുന്ന ഇൻസെന്റീവും ഓണറേറിയവും കൂടി കിട്ടിയിട്ടില്ല. ഇവിടെ വന്നിരുന്ന ഇടതുപക്ഷ സംഘടനയുടെ നേതാക്കന്മാര് ഇവിടെ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾ അപ്പാടെ വിഴുങ്ങാൻ ഞങ്ങൾക്ക് കഴിയില്ല. അവിടെ സമരത്തിലിരിക്കുന്നവർ രേഖാമൂലം വന്ന് പല ചാനലുകളിലും പറഞ്ഞിട്ടുണ്ട്. അവർ രേഖകൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് രേഖയാണ്? എത്ര പേർക്ക് കിട്ടിയില്ല? ഇനി എത്ര പേർക്ക് കിട്ടാനുണ്ട്? ഈ പറയുന്ന 13,000 വരെ, 10,000 മുതൽ 13,000 വരെയുള്ള തുക എത്ര പേർക്ക് കിട്ടി? ഇനി എത്ര പേർക്ക് കിട്ടാനുണ്ട്? ഈ കുടിശ്ശിക ഇപ്പോൾ വാങ്ങിയില്ലേ അവർ ഡിസംബർ വരെയുള്ളത്? അതെന്താ അവർക്ക് കൊടുക്കുന്ന ഈ കുടിശ്ശിക കൊടുക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഔദാര്യമാണോ? അല്ല, പിന്നെ കൊടുക്കുക എന്ന് പറഞ്ഞത് എന്താണ്? കള്ളം പറയുക എന്നുള്ളത് നിങ്ങളുടെ ഔദാര്യമാണോ? കള്ളം പറയാൻ പാടില്ലല്ലോ ചർച്ചയിൽ വരുമ്പോൾ. പിന്നെ പാട്ടപ്പിരിവിനെ കുറിച്ചൊക്കെ ഇവിടെ പറയുകയുണ്ടായല്ലോ. പാട്ടപ്പിരിവൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന ഒരു ഇടതുപക്ഷം ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. ശരി, അപ്പൊ നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ 2 തെറി പറയണം. നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ 2 തെറി പറയാൻ പറ്റിയ അവസരമാണ് ആശാ വർക്കർമാരിൽ ചിലർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇരിക്കുന്നത്. ഞാൻ വരാം ദീപാനിൽ, ഞാൻ വരാം. അഡ്വക്കേറ്റ് കെ അനിൽകുമാറിലേക്ക് കൂടി ഞാൻ ഒന്ന് പോകട്ടെ. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എന്ന് നിങ്ങൾ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? കേന്ദ്ര സർക്കാർ ആഗോളവൽക്കരണ കാലത്ത് സ്ഥിരം തൊഴിലാളികളെ ഒഴിവാക്കുന്നതിന് വേണ്ടി കണ്ടുപിടിച്ച സൂത്രവിദ്യയാണ് സ്കീം വർക്കേഴ്സ്. സ്കീം വർക്കർ എന്ന് പറഞ്ഞാൽ ഓരോ കൊല്ലവും കേന്ദ്ര സർക്കാർ ബഡ്ജറ്റിലൂടെ ചില സ്കീമുകൾ നടപ്പാക്കും. അത് നടപ്പാക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തകരായിട്ട് വളണ്ടിയർ പ്രവർത്തനം നടത്താൻ സന്നദ്ധരായവരെ ക്ഷണിച്ചുകൊണ്ടാണ് ആശ എന്ന സംവിധാനം ഉണ്ടായത്. അതായത് അവർ ഹെൽത്ത് ആക്ടിവിസ്റ്റാണ്, അക്രഡിറ്റഡ് ഹെൽത്ത് ആക്ടിവിസ്റ്റാണ് ആശ. അതിനർത്ഥം അവർ നിയമിക്കപ്പെട്ടവരല്ല. ഞാൻ പറയുന്നതല്ല, പിണറായി സർക്കാരിൻ്റെ അഭിപ്രായമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ അഭിപ്രായം. ഇവർക്കാർക്ക് നിയമന ഉത്തരവ് കൊടുക്കാറില്ല, അവർക്കൊരു അക്രഡിറ്റേഷൻ കൊടുക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും ജോലിയുണ്ടോ വല്ലതൊക്കെ കിട്ടും എന്ന നിലയ്ക്ക് കൊത്തിയും പിറക്കിയും കഴിഞ്ഞുകൊണ്ടിരുന്നൊരു സംവിധാനമാണത്. ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്രം അതിൻ്റെ 60% സംഖ്യ തരും, സംസ്ഥാനം 40% സംഖ്യ മുടക്കണം. മുമ്പ് കേന്ദ്രം 75% തരുമായിരുന്നു. മോദി വന്നപ്പം അത് 75 എന്നുള്ളത് 60 കുറച്ചു. സംസ്ഥാനത്തിൻ്റെ 25 എന്നുള്ളത് 40% കൂട്ടി. എന്നിട്ട് എല്ലായിടത്തും ഇപ്പം മോദിയുടെ പടം വെക്കണം, എല്ലാം മോദിയുടേതാണ് എന്നല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം 4 ലക്ഷം രൂപയുടെ വീടിന് പണം കൊടുക്കുമ്പോഴത്തേക്കും കേന്ദ്രം അതിൽ വേണമെങ്കിൽ 72,000 രൂപ വരെ തരും. എല്ലാവർക്കും കിട്ടുകയില്ല, കുറച്ച് പേർക്ക് കിട്ടും. ഇതുപോലെ തന്നെ നമ്മൾ 1600 പെൻഷൻ കൊടുക്കുമ്പോൾ കേന്ദ്രം 200 രൂപ മുതൽ കുറച്ച് പേർക്ക് 400, കുറച്ച് പേർക്ക് 500, വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ. അങ്ങനൊരു പദ്ധതി തരും. 10 കൊല്ലത്തിനിടയ്ക്ക് 200 രൂപ തരുന്ന കേന്ദ്ര പെൻഷൻ 1 രൂപ വർദ്ധിപ്പിച്ചില്ല.
300 രൂപ കേന്ദ്ര പെൻഷൻ 1 രൂപ വർദ്ധിപ്പിച്ചില്ല. 80 വയസ്സ് കഴിഞ്ഞവർക്ക് 500 രൂപ കേന്ദ്ര പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഒരാൾ പോലും ഈ കേന്ദ്ര പെൻഷൻ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു സമരം ഇന്ത്യയിൽ നടത്തിയിട്ടില്ല. അതിൽ ഇടതുപക്ഷത്തിനും ഒരു പോരായ്മ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിലെ 62 ലക്ഷം മനുഷ്യരെ സമരത്തിനിറക്കാം. ആശാപ്രവർത്തകർ ഇതുപോലെ സമരത്തിനിറങ്ങുമ്പോൾ 62 ലക്ഷം ആളുകളെ നമ്മളിറക്കാം. ഇവർ 1600 6000 ഇറക്കട്ടെ. 62 ലക്ഷം ആളുകൾ കേരളത്തിൽ നിരന്നതെന്ന് പറയുകയാണ്. ഈ കേന്ദ്ര സർക്കാർ തരുന്ന പെൻഷൻ 200 ഉണ്ടായിരുന്നു. 10 കൊല്ലമായില്ലേ മോദി? 1 രൂപ കൂട്ടിയോ? ഉമ്മൻചാണ്ടിയുടെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ, മോദിയുടെ കാര്യം നമുക്ക് അങ്ങോട്ട് ചോദിക്കാം. ഇനി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേന്ദ്രം 60% തരുമ്പോൾ എത്ര? 60%. അതാണ് ഐ ടി എടുത്ത് കിടക്കും. കേന്ദ്രാവിഷ്കൃത പദ്ധതി പ്രകാരമുള്ള മാനദണ്ഡ പ്രകാരം കേരളത്തിലെ ആശാപ്രവർത്തകർക്ക് ഒരു 2500-3000 രൂപയ്ക്ക് മേൽ അർഹതയില്ല. അത് CPM-ൻ്റെ അഭിപ്രായമല്ല കേട്ടോ, ഇവർക്ക് അർഹതയില്ലെന്ന് ഞങ്ങളുടെ അഭിപ്രായമല്ല. CITUവിൻ്റെ അഭിപ്രായം ഒരു 18,000 രൂപയെങ്കിലും കിട്ടാതെ അന്തസ്സായ ജീവിതം സാധ്യമല്ല. അത് ആശാപ്രവർത്തകർക്കും അവകാശമുണ്ട്. ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് ആശാപ്രവർത്തകർ കാശ് കൊടുക്കരുത് എന്ന് പറയാനല്ല ഈ പോരാട്ടം. പ്രശ്നം എന്താണ്? കാശ് കൊടുക്കാൻ തക്കവണ്ണം സംസ്ഥാന സർക്കാരിനെ ശക്തിപ്പെടുത്തണോ വേണ്ടയോ? അങ്ങനെ കാശ് കൊടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിനെ ശക്തിപ്പെടുത്തണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന വിവേചനത്തിൻ്റെ പ്രശ്നം എന്താ? ഇപ്പോൾ ആശാപ്രവർത്തകർക്ക് UP യിൽ കൊടുക്കുന്ന പൈസ അവർക്ക് ആകെ കിട്ടുന്ന പൈസ 1000 രൂപയാണ്. അവിടെ ആ കാശ് മതിയെന്നേ. അതുകൊണ്ട് അവർ കുത്തിയും പിറക്കി ജീവിച്ചോളും. കേരളത്തിലെ ആശാപ്രവർത്തകർക്ക് 1000 രൂപ കൊടുത്താൽ മതിയോ? 2000 രൂപ കൊടുത്താൽ മതിയോ? അപ്പോൾ കേരളത്തിൻ്റെ ജീവിത നിലവാരം അനുസരിച്ച് ഇവിടുത്തെ ആശാപ്രവർത്തനം കൃത്യമായി നടത്തണമെന്നുണ്ടെങ്കിൽ UP യിൽ കൊടുക്കുന്ന പണം പോരാത്തത് കൊണ്ട് കേരളത്തിന് വേണ്ടി നൽകേണ്ട പണം പ്രത്യേകം തരണ്ട. കേന്ദ്രം കേരളത്തിന് അനുവദിക്കുമ്പോൾ, പണം അനുവദിക്കുമ്പോൾ വിവേചനമില്ലാതെ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ച് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കണം. നിങ്ങൾ ആശാപ്രവർത്തകർക്ക് കൂടുതൽ കൂലി കൊടുക്കണം. ശരി, ആ ഇനത്തിൽ കേന്ദ്രം ഒരു പണം തരുമ്പോൾ നികുതി വീതിക്കുമ്പോൾ വീതിക്കട്ടെ. ആശാപ്രവർത്തകർ കേരളത്തിൽ പണം കൂടുതൽ കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ട് നികുതി വീതിക്കുമ്പോൾ നമുക്ക് വിഹിതം കിട്ടുന്നുണ്ടോ? ഇനി നമ്മുടെ റേഷൻ കടയിൽ അരി കൊടുക്കുന്നു. ഈ അരി കൊടുക്കുന്ന കാര്യത്തിൽ കേന്ദ്രം തരുന്ന പണം എത്ര? സംസ്ഥാനം കണ്ടെത്തേണ്ട പണം എത്ര? കേന്ദ്രത്തിന് പണം കൊണ്ട് റേഷൻ കട നടക്കുമോ? ഒരു റേഷൻ കട നടക്കില്ല, പൂട്ടിപ്പോവും. അതിന് സംസ്ഥാന സർക്കാർ എത്ര കോടിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ആ കാര്യത്തിൽ സംസ്ഥാനത്തിന് ചെലവ് കൂടുതലുള്ളതുകൊണ്ട് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന ഈ തെറ്റ് തിരുത്തണം. ഇതാണ് നമ്മുടെ സ്റ്റാൻഡ്. അപ്പം നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെടുന്നത്, CPM ആവശ്യപ്പെടുന്നത്, കേരളത്തിൻ്റെ പ്രത്യേക പ്രശ്നങ്ങൾ മനസ്സിലാക്കി ധനകാര്യ കമ്മീഷൻ മാന്യമായി നമ്മുടെ നികുതി വിഹിതം തന്നാൽ മതി. കേരളത്തിന് തമിഴ്നാടിൻ്റെ, ആന്ധ്രയുടെയോ ഡൽഹിയുടെയോ അല്ലെങ്കിൽ UP യുടെയോ അവിടുത്തെ ജനങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്നതിലെ ഒരു നികുതി പൈസ വേണ്ട. മലയാളി അധ്വാനിക്കുന്നതിൻ്റെ ഭാഗമായി അങ്ങോട്ട് കൊടുക്കുന്നതിൽ നിന്നും നമുക്ക് തിരിച്ചു കിട്ടേണ്ട പണത്തെക്കുറിച്ച് മാത്രമാണ് തർക്കം. ആ പണത്തിൻ്റെ കണക്കുണ്ടാക്കുമ്പോൾ ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കാൻ കേരളത്തിന് വരുന്ന അധിക ചെലവിന് എന്തെങ്കിലും ഒരു പ്രത്യേക പരിഗണന ഉണ്ടോ ഇല്ലയോ? ഇല്ല എന്ന് മാത്രമല്ല, ഈ കേരള സർക്കാർ അഡീഷണൽ പണം കൊടുത്തില്ലെങ്കിൽ ഒരു കേന്ദ്ര പദ്ധതിയും കേരളത്തിൽ നടക്കത്തില്ല. തൊള്ളൂർ പദ്ധതി നടക്കുമോ? ഈ കാര്യങ്ങൾ താങ്കൾ പറയുന്നത് പോലെ കേന്ദ്ര സർക്കാർ പല തവണയായി കേരളത്തിന് കിട്ടേണ്ട കാര്യങ്ങളൊന്നും കൊടുക്കാതെ കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ ചർച്ചയാക്കിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് GST കോമ്പൻസേഷൻ മുതലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ. പക്ഷേ ഇതൊക്കെ ഈ പറയുന്ന ആശാ വർക്കർമാരുടെ കാര്യത്തിലും ഇത് സംഭവിക്കുന്നു എന്ന കാര്യം എന്തുകൊണ്ടാണ് കുറച്ചു പേർക്ക് മനസ്സിലാകാത്തത്? അവർ കുറച്ച് ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർ ഒരു സമരം നടത്തുന്നു, ഒരവസ്ഥ ഉണ്ടാകുന്നത്. അത് മറ്റ് ചില ആളുകൾ ഹൈജാക്ക് ചെയ്യുന്നു എന്നൊരു നിരീക്ഷണം വരുന്നത്, ഇത് പൊതു ആശാ വർക്കർമാരുടെ നിലപാടല്ലാതായി മാറുന്നത്, ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അല്ല, ഇത്തരം ഏതൊരവസരം കിട്ടിയാലും അതിൽ ഇടതുപക്ഷ വിരുദ്ധ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സഖ്യശക്തികൾ സിംഗൂർ മുതൽ നന്ദിഗ്രാം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമം നോക്കുന്നതൊക്കെ സ്വാഭാവികമാണ്. പണ്ടത്തെ വലിയ വിമോചന സമരം ഓർക്കുന്നില്ലേ? അതൊക്കെ ഓർത്തുകൊണ്ടിരിക്കാനല്ലാണ്ട് അതൊന്നും ഇവിടെ പ്രായോഗികമായ കാര്യങ്ങളല്ല. ചോദ്യം ഇതാണ്, ഇത്തരമൊരു സാഹചര്യത്തിൽ CITUവിനോടൊപ്പം ചേർന്നുകൊണ്ട് ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കാൻ ആവശ്യമായ ധനസഹായം ലഭ്യമാക്കുന്ന ഒരു ദേശീയ പോരാട്ടത്തിലേക്ക് വരാൻ ഇവർ തയ്യാറാണോ?
നമുക്ക് ആശാപ്രവർത്തകർക്ക് പണം കൂടുതൽ കൊടുക്കണം എന്ന് ആർക്കാ തർക്കം? CITU എന്താ തർക്കം? CITUവിൻ്റെ ആവശ്യവും അതല്ലേ? അവർക്കെന്താ അഭിപ്രായ വ്യത്യാസം? 18,000 രൂപയെങ്കിലും ഒരു മിനിമം കൂലി, മിനിമം പണം ഒരു മാസം കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് വരുന്ന മെയ് മാസത്തിൽ ദേശീയ തലത്തിൽ പണിമുടക്ക് നടക്കാൻ പോവാണ്. സ്കിൽഡ് വർക്കേഴ്സിനാണെങ്കിൽ 24,000 രൂപയെങ്കിലും കിട്ടണം, അൺസ്കിൽഡിന് 18,000 ആ ദേശീയ പണിമുടക്ക് നടത്താൻ പോകുന്ന ഒരു CITUവിന്, ദ്വിദിന പണിമുടക്കിലേക്ക് പോകുന്ന CITUവിന് ആശാവർക്കർക്ക് കുറയ്ക്കണം എന്നെന്താ ആവശ്യം? ആശാവർക്കർക്ക് കുറയ്ക്കണം എന്നല്ല ആവശ്യം. ആശാവർക്കർമാരെ പോലുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കുമ്പോൾ സംസ്ഥാനം അധികം പണം കൊടുക്കേണ്ടി വരുന്നു. ഇതുകൂടി പരിഗണിച്ച് നമ്മൾക്ക് കിട്ടേണ്ട നികുതി വിഹിതത്തിലെ ഒരു തുക കേരളത്തിന് തന്നാൽ ഈ പണം കൊടുക്കാൻ തന്നെയാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ 10 കൊല്ലമായി ഒരു വെള്ളി രൂപ വർദ്ധിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് കഞ്ഞി വെക്കാൻ പോകാം. ആശാപ്രവർത്തകരോട് പറയുന്നത് നമുക്ക് കഞ്ഞി വെക്കാൻ പോകാം, രാജ്ഭവൻ്റെ മുന്നിലേക്ക് പോകാം, ദില്ലിയിലേക്ക് പോകാം. CITU നടത്തുന്ന സമരത്തെ ആ നിലയ്ക്ക് വികസിപ്പിക്കണം. ഇപ്പോൾ CITUവിൻ്റെ സമരത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു. CITU നേതാക്കന്മാർ പറഞ്ഞ പോലെ അവർ ഉന്നയിച്ച് കുറേയേറെ കാര്യങ്ങൾ നടപ്പാക്കി കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും തൃപ്തികരമായൊരു നിലപാട് സ്വീകരിച്ചു. സമരം അവിടെ നിർത്താനല്ലോ CITU തീരുമാനിക്കുന്നത്. CITU ഇതിനെ ഒരു ദേശീയ സമരമാക്കി നടത്തുകയാണ്. ഇപ്പം തന്നെ AR സിന്ധു നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്ത്യയിൽ നാനാ സ്ഥലങ്ങളിൽ നടക്കുന്ന പോരാട്ടം നോക്കിയാൽ അംഗനവാടി, ആശ മാത്രം പോലെ അംഗനവാടിക്ക് പൈസ കൊടുത്താൽ മതിയോ? അംഗനവാടികൾ നടത്തിക്കൊണ്ടു പോകുന്ന അവിടുത്തെ വനിതകൾക്ക് ഇപ്പോൾ കൊടുക്കുന്ന കാശ് കൊടുത്താൽ മതിയോ? അല്ല, ആശയ്ക്ക് മാത്രം കൂട്ടിയാൽ മതിയോ? നമ്മൾ പറയുന്നത് സ്കീം വർക്കേഴ്സ് എന്ന് പറയുന്നത് തന്നെ സ്ഥിരം തൊഴിലാളിയെ ഒഴിവാക്കാൻ വേണ്ടി ആഗോള മുതലാളിത്ത സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി വന്ന തന്ത്രമാണ്, കുതന്ത്രമാണ്. ഇതിനെ എതിർക്കുന്നവരാ ഞങ്ങൾ. ഇപ്പം എന്താ പറയുക? കോൺഗ്രസിൻ്റെ നേതാവ് പറയുകയാണ് ബംഗാളിൽ 5 ലക്ഷം രൂപ വെച്ച് പിരിഞ്ഞു പോകും കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ മമതാ ബാനർജി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഒരു പുതിയുഗ MLA പറയുന്നുണ്ടല്ലോ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുക്കുകയാണ് ബംഗാളിൽ അവിടുത്തെ തൃണമൂൽ ഗവൺമെൻറ് എന്നാണ് ആ നേതാവ് പറയുന്നത്. ഇതൊക്കെ തെറ്റായ ആഖ്യാനങ്ങളാണ്. നമ്മൾ ആശാപ്രവർത്തകരുടെ അതിൽ സമരത്തിൽ പങ്കെടുക്കുന്നവരും പങ്കെടുക്കാത്തവരുമായ മുഴുവൻ ആളുകളുടെയും മനസ്സിലാക്കണം. അവരേറ്റവും അധ്വാനിക്കുന്നവരാണ്. അവർക്കൊപ്പമാണ് ഇടതുപക്ഷം, അവർക്കൊപ്പമാണ് കേരള സർക്കാർ. CITU നടത്തുന്ന സമരത്തെ ഈ നിലയിൽ വികസിപ്പിക്കുന്നതിന് ഇവർ തയ്യാറാണോ? അത്തരമൊരു സംയുക്ത സമരത്തിന്, ഇപ്പോൾ കടൽ വിൽക്കുന്നതിനെതിരായ സംയുക്ത സമരത്തിന് UDF തയ്യാറായി. നമുക്ക് ആശാപ്രവർത്തകരുടെ കാര്യത്തിൽ സംയുക്ത സമരത്തിന്, നമുക്ക് രാജ്ഭവൻ മുന്നിലേക്ക് സമരത്തിന് വരാൻ ശശി തരൂർ പറഞ്ഞ പോലെ ഇവർ തയ്യാറാണെങ്കിൽ നമുക്ക് SUCയോടും പറയാം. SUCയെ മാറി നിൽക്കേണ്ട. പക്ഷേ SUCE വരത്തില്ല. കാരണം ഫോക്കസ് എന്താണ്? ചില ആളുകൾ ഇപ്പോൾ അവിടെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഈ അടിഞ്ഞുകൂടിയവരാരാണ്? എന്താണ് അവരുടെ ലക്ഷ്യം? വാളയാറിൽ നിന്ന് ഒരു വണ്ടി പിടിച്ച് തിരുവനന്തപുരത്ത് വന്ന് മാത്രമേ ഉള്ളൂ. വാളയാറിൽ തലമുട്ടയടിപ്പിച്ചവരെല്ലാം കൂടെ വണ്ടി പിടിച്ച് തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ വാളയാറിൽ നിന്നും തിരുവനന്തപുരത്തെത്തിയ സംഘത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഉപജാപത്തിൻ്റെ ഇടമാക്കിയതിനെ മാറ്റാതിരിക്കാൻ അതിൽ പങ്കെടുക്കുന്നവരിൽ ആശാപ്രവർത്തകർ വിവേകത്തോടെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നമുക്കൊരുമിക്കാം. ഈ പണം കിട്ടേണ്ടത് കേന്ദ്രത്തിൽ നിന്നാണ്. സംസ്ഥാന സർക്കാരിന് ഇതിനേക്കാൾ പണം തരാൻ താല്പര്യമുണ്ട്. സാധിക്കാത്ത വണ്ണം നമ്മുടെ പെടലിക്ക് പിടിക്കുന്നു. അതിനെതിരായ ദേശീയ പോരാട്ടത്തിലേക്ക് വരൂ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. യെസ്, ഞാൻ വരാം. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഞാൻ പ്രേമയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ദീപാനിലേക്ക് ഒന്നുകൂടെ പോയിക്കോട്ടെ. ദീപാനിൽ ഇപ്പോൾ അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞത് കേട്ടല്ലോ. അവിടെ ഒരു ചെറിയ സമരമല്ല നടക്കേണ്ടത്. അത് ശശി തരൂർ പറഞ്ഞതിൻ്റെ മറ്റൊരു എക്സ്റ്റൻഷനാണ്. ശശി തരൂർ സമരത്തിന് വരൂ എന്ന് ആരെയും ആഹ്വാനം ചെയ്തില്ല. പക്ഷെ അത് പാർലമെൻറ്റിലാണ് പറയേണ്ടതെന്നുള്ള വലിയ ഒരു കാര്യം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുതന്നെയാണ് അനിൽകുമാറും പറഞ്ഞത്. ഇത് കേന്ദ്ര സർക്കാരിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളാണ്. ഇത് കിട്ടിയാൽ ആശാ വർക്കർമാർക്ക് ഇതിൽ കൂടുതൽ പണം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. നമ്മുടെ മറ്റു തൊഴിലാളികൾക്കും ഇത് കിട്ടുന്നതാണ്. നിങ്ങളുടെ INTUC പോലും നടത്താത്തൊരു സമരത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു SUCIയുടെ പിന്തുണയിൽ നടക്കുന്ന സമരത്തെ നിങ്ങളിങ്ങനെ ആഘോഷിക്കുന്നത് ശരിയാണോ? ആദ്യം തന്നെ പറയട്ടെ, ഞങ്ങൾ ഇത് ആഘോഷിക്കുകയല്ല, ഞങ്ങൾ അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുകയാണ്. ഗവൺമെന്റിന്റെ നിഷേധാത്മകമായിട്ടുള്ള നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ അവർക്ക് പിന്തുണ കൊടുക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾ ന്യായമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് പോകുന്നത്. ഒരു കൊടിയുടെയും കീഴിലല്ല അവര് സമരം ചെയ്യുന്നത്. അവര് നിഷ്പക്ഷരായിട്ടുള്ള ആശാ വർക്കർമാരാണ് അവിടെ സമരം ചെയ്യുന്നത്. കാര്യം എന്താണ്? കേന്ദ്രത്തിനെതിരെ നിങ്ങൾക്ക് അസംഘടിതരായിട്ടുള്ള തൊഴിലാളികൾക്ക് മുദ്രാവാക്യം പാടില്ല എന്ന് എവിടെയെങ്കിലും ഉണ്ടോ?
അല്ല, മുദ്രാവാക്യം വേണ്ടേ? കേന്ദ്രത്തിനെതിരെയല്ലേ മുദ്രാവാക്യം വേണ്ടത്? ഒരു കൂട്ടം ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു മുദ്രാവാക്യം പാടില്ല എന്നുണ്ടോ? അവരേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മുദ്രാവാക്യം വിളിക്കുന്നത്? ദീപാനിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവർ തൊഴിലാളികൾ പോലും അല്ല ഈ ഘട്ടത്തിൽ. അതിന് കാരണം കേന്ദ്ര സർക്കാരാണ്. അവരെ തൊഴിലാളികളാക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അവർക്ക് ആ ആനുകൂല്യം വാങ്ങിച്ചു കൊടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾ കേന്ദ്രത്തിനെതിരെയാണ് സമരം ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ ആവശ്യമുണ്ടോ? എല്ലാം കേന്ദ്ര സർക്കാർ നേരിട്ടങ്ങ് ചെയ്താൽ പോരെ? ഭരണവും കേന്ദ്ര സർക്കാർ നേരിട്ട് ചെയ്താൽ പോരെ? പിന്നെ എന്തിനാണ് ഇവിടെ നോക്കുകുത്തി പോലെ ഒരു സർക്കാർ ഇവിടെ എന്തിനാണ്? അല്ല, അപ്പൊ നിങ്ങളുടെ നേതാവ് ശശി തരൂർ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ശശി തരൂരിനെതിരെ എന്തുകൊണ്ടാണ് ദീപാനിൽ ഇങ്ങനെ പറയുന്നത്? ഇവിടെ നവകേരള സദസ് പോലെയുള്ള കാര്യങ്ങൾ നടന്നപ്പോൾ മുതൽ നിങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്, കേന്ദ്രം കേരളത്തോട് അവഗണന കാണിക്കുന്നു എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിനിടയിൽ നിങ്ങൾ എടുക്കുന്ന ചില ഗൂഢമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നിങ്ങൾ പറയുന്ന ചില പച്ച കള്ളങ്ങളുണ്ട്. ഇവിടെ ധനകാര്യ കമ്മീഷന്റെ കാര്യമൊക്കെ ശ്രീ അനിൽകുമാർ ഇവിടെ പറയുകയുണ്ടായി. ധനകാര്യ കമ്മീഷൻ നികുതി വിഹിതം കൊടുക്കേണ്ടത് 5 വർഷത്തെ എന്നുള്ള രീതിയിലാണ്. 5 വർഷത്തേക്ക് ഇത്ര രൂപ നികുതി വിഹിതമാണ് എന്നുള്ളതാണ്. അത് 1 വർഷം, 2 വർഷം, 3 വർഷം ആകുമ്പോ ആ തുക മുഴുവൻ എടുത്ത് ചെലവാക്കിയതിനു ശേഷം ഇനിയും കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾക്ക് തരാനുണ്ട് എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. പിന്നെ ദീപാനിൽ നിർമ്മല സീതാരാമൻ പറയേണ്ട കാര്യങ്ങൾ ദീപാനിൽ പറയുന്നതാണ് നമുക്ക് അത്ഭുതം ഉണ്ടാക്കുന്നത്. നിർമ്മല സീതാരാമനോ ഇവിടുത്തെ BJP നേതാക്കളോ പറയേണ്ട കാര്യങ്ങൾ ദീപാനിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് മനസ്സിലാകുന്നില്ല. വക്താവായിട്ട് കൈരളിയുടെ ആള് മാറരുതേ, കൈരളി ഡോക്ടർ ലാൽ മാറരുതേ, എന്നെ പറയാൻ അനുവദിക്കൂ. 5 വർഷത്തെ ഞാൻ പറയട്ടെ, സുപ്രീം കോടതിയെ കേരള ഗവൺമെന്റ് സമീപിച്ചപ്പോ എന്തായിരുന്നു? 1 രൂപ ഞങ്ങൾക്ക് പൈസ കൂട്ടിത്തരണമെന്നാണ്, ഞങ്ങൾക്ക് കിട്ടാനുള്ള പൈസ കിട്ടണമെന്നാണോ പറഞ്ഞത് അവിടെ? അതോ പൈസ കൂട്ടിത്തരണമെന്നാണോ പറഞ്ഞത് കോടതിയില്? കോടതി എന്താ, സുപ്രീം കോടതി വിധി എന്തായിരുന്നു? കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയെ സമീപിച്ചപ്പോ നിങ്ങൾ എന്തായിരുന്നു ഒരൊറ്റ പോയിന്റ്? കേരള ഗവൺമെന്റ് പറഞ്ഞ ഒരൊറ്റ പോയിന്റ് എന്തായിരുന്നു? അല്ല, നിങ്ങൾ ഈ ആശാ വർക്കർമാരെ സഹായിക്കാൻ തന്നെയാണോ ഇത്തരം നിലപാടുകൾ കൊണ്ടുവരുന്നത്? ആശാ വർക്കർമാരോടുള്ള ഇത്തരം സമീപനം, നിങ്ങൾ ആശാ വർക്കർമാരുടെ മുദ്രാവാക്യം ഒന്നും തന്നെ നിങ്ങൾ ഇപ്പൊ ഇവിടെ ഉന്നയിക്കുന്നില്ല. ധനകാര്യ കമ്മീഷന്റെ കേന്ദ്ര ഗവൺമെന്റിൽ 5 വർഷം കൊണ്ട് എടുക്കേണ്ട പൈസ മുഴുവൻ 3 വർഷം കൊണ്ട് എടുത്തു തീർത്തിട്ട് 4ാമത്തെ വർഷം വന്നിരുന്ന് പറയാണ് കേന്ദ്ര ഗവൺമെന്റ് പൈസ തരില്ല എന്ന് പറഞ്ഞാൽ ആ കിട്ടേണ്ട പൈസ മുഴുവൻ നേരത്തെ മേടിച്ചെടുത്ത് കഴിഞ്ഞില്ലേ? പിന്നെ ഏത് പൈസ തരേണ്ടത് കേന്ദ്ര ഗവൺമെന്റ്? അപ്പൊ ദീപാനിൽ ഇതിനകത്ത് വളരെ ക്ലിയർ ആണ്. ഇപ്പൊ ഇവരുടെ ഇൻസെന്റീവ് അല്ലെങ്കിൽ ഒരു കേന്ദ്ര സ്കീമാണ് ഈ ആശ എന്നുള്ളത്. കേന്ദ്ര സ്കീമാണെന്നുള്ളത് താങ്കൾക്കും അറിയാം. അതിൽ 60:40 ആണ് ആ സ്കീമിലുള്ളത്. അതിൽ ഒരു ഭാഗം കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഇൻസെന്റീവ് കേന്ദ്ര സർക്കാർ കൊടുക്കുമ്പോഴാണ് ഇവർക്ക് കൊടുക്കാനാവുക. ആ ഇൻസെന്റീവ് കൊടുക്കാനുള്ള ഒരു വർധനവ് അല്ലെങ്കിൽ ഇൻസെന്റീവിൽ കുറച്ച് വർധനവ് നടത്താൻ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല? നിങ്ങൾ അത് എന്തുകൊണ്ട് ഉന്നയിക്കുന്നില്ല? അതെന്തുകൊണ്ട് ഉന്നയിക്കുന്നുണ്ടല്ലോ? ഞങ്ങളുടെ AICCയുടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP എത്ര പ്രാവശ്യം ആശാ വർക്കർമാരുടെ കാര്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ MP-മാരെല്ലാവരും തന്നെ അവിടെ ഉന്നയിക്കുന്നുണ്ട്. നിങ്ങളുടെ MP എന്താണ് ഉന്നയിച്ചിട്ടുള്ളതെന്ന് ആദ്യം ചോദിച്ചു നോക്കൂ. പിന്നെ ഞാൻ പറഞ്ഞത് KC വേണുഗോപാൽ ഉന്നയിച്ചത് തരൂർ അറിഞ്ഞില്ലേ? ശശി തരൂർ അറിഞ്ഞില്ലേ? നവകേരള സദസ് മുതൽ നിങ്ങള് കേരള ഗവൺമെന്റ് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ പറയുന്ന ഒരു പച്ച കള്ളമാണ്. കേന്ദ്ര ഗവൺമെന്റ് ഇനിയും ഇവിടെ പൈസ, ധനകാര്യ കമ്മീഷൻ 5 വർഷം കൊണ്ട് കൊടുക്കാനുള്ള പൈസ മുഴുവൻ 3 വർഷം കൊണ്ട് എടുത്തു തീർത്തിട്ട് ഇനിയും പൈസ തരാനുണ്ട് എന്ന് പറയുന്നത് എന്ത് ന്യായത്തിൽ? ശരി, അനിൽകുമാർ അതിനൊരു മറുപടി. കാരണം രാഷ്ട്രീയമാകുന്നുണ്ട്. ആശാ വർക്കർമാരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കുറച്ചുപേർ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിച്ചാണ് അവിടെ ഇരുത്തുന്നതെങ്കിലും അക്കാര്യത്തിൽ സഹായിക്കാൻ ചെല്ലുന്നവർ ഇത്തരം നിലപാടുകൾ വിളിച്ചു പറയുമ്പോൾ അക്കാര്യത്തിൽ രാഷ്ട്രീയമുണ്ടോ എന്നൊരു അന്വേഷണം കൂടി ആവശ്യമുണ്ട്. K. അനിൽകുമാർ, താങ്കൾ ദീപാനിൽ പറഞ്ഞത് കേട്ടല്ലോ, അതിനൊരു മറുപടി എനിക്ക് പ്രേമയിലേക്ക് അത് കഴിഞ്ഞു പോവാം. അനിൽകുമാർ, ഒരു കോൺഗ്രസിൻ്റെ പ്രതിനിധി സംസാരിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ പോലും പറയാത്തൊരു കാര്യം ഇവിടെ പറയാമോ? ഒന്ന്, ധനകാര്യ കമ്മീഷനല്ല നമുക്ക് പണം തരുന്നത്. അതാദ്യം ആ ബഹുമാനപ്പെട്ട വനിത മനസ്സിലാക്കണം. പണം തരുന്നത് ധനകാര്യ കമ്മീഷനല്ല. ഇന്ത്യ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രം പിരിക്കുകയും
സംസ്ഥാനങ്ങൾക്ക് പങ്കിട്ട് കൊടുക്കുകയും ചെയ്യേണ്ട നികുതി വിഹിതം എത്ര എന്ന് തീരുമാനിക്കുന്നത് ധനകാര്യ കമ്മീഷൻ്റെ മാനദണ്ഡങ്ങൾ കൊണ്ടാണ്. മാനദണ്ഡം ഉണ്ടാക്കാൻ മാത്രമേ ധനകാര്യ കമ്മീഷന് അധികാരമുള്ളൂ. മാനദണ്ഡം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഓരോ മാസത്തിലും 31-ാം തീയതി വരുന്ന നികുതി എത്രയാണ് എന്ന് കണക്കാക്കി ഇതേ ശതമാനം വെച്ച് വീതിച്ചു കൊടുക്കുന്നത് അതാത് മാസമാണ്. 5 കൊല്ലത്തെ നികുതി ഒരുമിച്ച് 3 കൊല്ലം കൊണ്ട് വാങ്ങിയെടുക്കാൻ ഇന്ത്യയിലെ ഒരു സർക്കാരിനും സാധിക്കത്തില്ല. വരുന്ന 2 കൊല്ലത്തെ നികുതി എത്രയാണെന്ന് അറിഞ്ഞിട്ടാണോ വാങ്ങിച്ചെടുക്കുന്നത്? നമ്മുടെ ചർച്ചയില് ഞാൻ പറയട്ടെ ദീപ, അനിൽകുമാർ പറയട്ടെ. നിങ്ങളൊരു സുപ്രീം കോടതി പറയാൻ പറ്റുമോ? ഈ പച്ചക്കള്ളം പറയുമ്പോ അത് കേട്ടോണ്ടിരുന്ന നിങ്ങളൊരു വിഡ്ഢിത്തരം ഇവിടെ പറഞ്ഞിട്ട് ഞാനെന്താ സുപ്രീം കോടതി പറയുന്നത് മുഴുവൻ ഞാൻ കേട്ടോണ്ടിരുന്നില്ലേ? സുപ്രീം കോടതിയിലെ കേരള ഗവൺമെന്റ് ഉന്നയിച്ച വാദം എന്തായിരുന്നു? അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ശരി, പറയട്ടെ. ഇനി അനിൽകുമാർ പറയട്ടെ. ദീപ ചോദിച്ചല്ലോ. ദീപ ദയവായി ദീപ ചോദിച്ചു. ഇനി അനിൽകുമാർ പറയട്ടെ. ഇനി വെറുതെ സമയം ഈ നിമിഷങ്ങൾ പോയിട്ട് കാര്യമില്ല. ദീപ ചോദിച്ചു, അത് അനിൽകുമാർ കേട്ടു. ഇനി പറയട്ടെ. എന്റെ ചോദ്യം ഇതാണ്. ചോദ്യം കേട്ടു. താങ്കൾ പറഞ്ഞ ചോദ്യം കേട്ടു. സുപ്രീം കോടതി തള്ളാനുണ്ടായ ഇതിപ്പോ 3 പ്രാവശ്യം ചോദിച്ചാലും ആദ്യം ചോദിച്ചത് കേട്ടല്ലോ. അത് തന്നെയല്ലേ ചോദ്യം? പറയൂ. ഉത്തരം പറയൂ. അദ്ദേഹത്തിന് പറയാനുള്ളത് പറയട്ടെ. എല്ലാത്തിനും ഉത്തരവുണ്ട്. ഒന്നാമത്തെ കാര്യം, 5 വർഷത്തെ നികുതി 3 കൊല്ലം കൊണ്ട് വാങ്ങിച്ചു എന്ന് പറയുന്ന പച്ചക്കള്ളം. അങ്ങനെ വാങ്ങാനാവില്ല. നിങ്ങൾ എന്ത് വിഡ്ഢിത്തരാ പറയണത്? ഞാൻ ചോദിക്കുന്നത് 2026 വരെയുള്ള നികുതി ഇപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞോ? 2026 നികുതി എത്ര രൂപ ഇരിക്കുമെന്നോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കണക്കുണ്ടോ? നിർമ്മലാ സീതാരാമൻ ഉദാരമായിട്ട് കൊടുക്കാനിരിക്കുകയാണോ? BJP-ക്കാർ പോലും പറയാത്ത വിഡ്ഢിത്തരമാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി വന്നിട്ട് പറയണത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 31-ാം തീയതി അല്ലെ ഫെബ്രുവരി 28-ാം തീയതി ഇന്ത്യയിലാകമാനം കളക്കുന്ന നികുതി വിഹിതം എത്രയാവും? ഞാൻ പറയട്ടെ സാർ. ഞാനാണ് ചോദ്യം ചോദിക്കുന്നത്. ദയവായി എനിക്ക് ഈ ചർച്ച 9 മണിക്ക് അവസാനിപ്പിക്കുകയും വേണം. ഞാൻ ചോദ്യങ്ങളിലേക്ക് വരാം. അനിൽകുമാർ പറയും. ഞാനൊരു ചർച്ച നമ്മൾ പങ്കെടുക്കുമ്പോൾ ആദ്യം പറയണമെന്ന് കേൾക്കൂ. ഇവിടെ ബഹുമാനപ്പെട്ട ദീപാനിൽ പറഞ്ഞു 5 കൊല്ലത്തെ പണം 3 കൊല്ലം കൊണ്ട് വാങ്ങിച്ച് തീർത്തു. ഇതാണ് അവരുടെ വാദം. ഈ വാദം കോൺഗ്രസ് ഉന്നയിക്കുമ്പോൾ BJP-ക്കാർക്ക് സന്തോഷമാണ്. കാരണം പച്ചക്കള്ള പറയുന്നത്. രണ്ടാമത്തത്, അങ്ങനെ ആർക്കും പണം തരാൻ പറ്റത്തില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫെബ്രുവരി 28-ന് ഇന്ത്യയിലാകെ എത്ര നികുതി വരുമെന്ന് നമുക്ക് കണക്കെടുക്കാൻ പറ്റുമോ? അത് വന്നു കഴിഞ്ഞാൽ അടുത്ത 10-ാം തീയതിക്കകം അതിൻ്റെ ഭാഗമായി ഇന്ത്യയിലാകമാനം വീതിക്കുന്നതിൽ 1.92% നമുക്ക് കിട്ടും. ഇതാണ് കണക്ക്. അത് 2 കൊല്ലം മുമ്പ് വാങ്ങിച്ചു കഴിഞ്ഞു എന്നൊക്കെ ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ പറയുക? നിങ്ങൾ BJP-യുടെ കേന്ദ്ര സർക്കാരിന് വേണ്ടി എന്തും ചെയ്തു കൊടുത്തു. പക്ഷെ ഇങ്ങനെ കള്ളം പറയാമോ? രണ്ടാമത്തത്, സുപ്രീം കോടതിയിൽ എന്താ അപകടം പറ്റിയത്? എന്താ അപകടം പറ്റിയത്? സുപ്രീം കോടതി പറഞ്ഞു കേരളം ഉന്നയിച്ച് പറയൂ. അനിൽകുമാർ പറയൂ. ഹലോ. അല്ല, നമുക്കൊരു ചർച്ചയിൽ വിളിക്കുമ്പോൾ ഇങ്ങനെയുള്ളവരായിട്ട് ഇരിക്കാൻ വിളിക്കരുത് ലാലേ. നമുക്കൊരു പ്രശ്നമാണ്. നമുക്കൊരു നിലവാരം കാത്തു സൂക്ഷിക്കാൻ ബാധ്യതയുണ്ടല്ലോ. അതാണ് പ്രശ്നം. എനിക്ക് തോന്നുന്നു സാങ്കേതികമായി ദീപ സൂമിലായതുകൊണ്ട് ദീപയ്ക്ക് അത് മനസ്സിലാകാത്തതായിരിക്കാം. ദീപ ദയവായി ദീപ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മുട്ടാപ്പോക്ക് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ അങ്ങനെയല്ലല്ലോ ജയിക്കേണ്ടത്. പറയട്ടെ. മതി. ദയവായി പ്ലീസ്. അനിൽകുമാർ, താങ്കൾ ആ വാചകം പൂർത്തിയാക്കൂ. എന്താണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ ദീപാനിൽ പറഞ്ഞതിലെ പ്രശ്നമെന്നുള്ളത് താങ്കൾ പറഞ്ഞു വരികയായിരുന്നു. അത് പൂർത്തിയാക്കി എനിക്ക് പ്രേമയിലേക്ക് പോകണം. ഒന്നാമത്തെ കാര്യം, എന്താണ് കേരളത്തിൻ്റെ കേസെന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ടോ? ഒന്നാമത്തെ കേരളത്തിൻ്റെ കേസെന്ന് പറയുന്നത് UP-യിൽ കേന്ദ്രം കൊടുക്കുന്ന പണം കൊണ്ട് കേരളത്തിൽ ആശാവർക്കർ പ്രവർത്തിക്കില്ല. ഇതാണ് കേരളത്തിൻ്റെ പ്രശ്നം. UP-യിലെ നിലവാരമല്ല ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് എന്ത് വേണം? നിങ്ങൾ UP-യുടെ മാനദണ്ഡം വെച്ച് കേന്ദ്ര പദ്ധതികൾ ഉണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെ UP-യുടെ മാനദണ്ഡം വെച്ച് കേന്ദ്ര പദ്ധതി ഉണ്ടാക്കാൻ ഇവിടെ ഈ വണ്ടി ഓടത്തില്ലാത്തത് കൊണ്ട് കേരളത്തിലെ ആശാപ്രവർത്തകർക്ക് കൂടുതൽ പണം കൊടുക്കാൻ കേന്ദ്രത്തിൻ്റെ നികുതി വിഹിതം വിധിക്കുമ്പോൾ കേരളത്തിന് അതിനൂടെ പണം തരണം എന്നാവശ്യപ്പെടുന്നതിന് ആവശ്യപ്പെട്ടാൽ ഇവർ 2 കൊല്ലം മുമ്പേ വാങ്ങിച്ച് വിഴുകിക്കഴിഞ്ഞു എന്നൊക്കെ കള്ളം പറയാൻ വന്നിരിക്കുന്നവരുടെ എന്ത് ചർച്ച ഇത്? യെസ്,
അതായത് ചർച്ച നടത്താൻ പറ്റും. എന്തായാലും ഇങ്ങനെ പറയുന്നവരോട് കോൺഗ്രസിന്റെ നിലപാടാണോ പറഞ്ഞത് എനിക്ക് സംശയമുണ്ട്. കോൺഗ്രസിൽ ചില ആളുകളുടെ മാത്രം നിലപാടാണോ അതെന്നുള്ളത് എനിക്കറിയില്ല. ശശി തരൂർ അങ്ങനെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല കെ.സി. വേണുഗോപാൽ ഇങ്ങനെ പറഞ്ഞു ദീപാനിൽ പറയുന്നു. അത് ശരിയായിരിക്കാം ചിലപ്പോൾ, എനിക്കറിയില്ല. പക്ഷേ മറ്റുള്ള പല കോൺഗ്രസ്സുകാരും ഇങ്ങനെയല്ല അവകാശപ്പെടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിന് വേണ്ടിയിട്ടാണ് വാദിക്കുന്നത്. ബി.ജെ.പിയുടെ വാചകങ്ങൾ പറയലല്ല കോൺഗ്രസിൻ്റെ ജോലി എന്നതൊരു വിമർശനമായി അവിടെ നിൽക്കുന്നു. ഞാൻ വരാം ദീപ, ശ്രീ അനിൽകുമാർ. എനിക്ക് പി പ്രേമയിലേക്ക് ഒന്ന് പോകണം. പ്രേമ, നേരത്തെ അനിൽകുമാർ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇതൊരു ചെറിയ കാര്യമല്ല. ആശാ വർക്കർമാർക്ക് കൂടുതൽ വേതനം കിട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതിലേക്ക് പോകണമെങ്കിൽ ഈ സമരത്തിന് ഇരിക്കുന്നവരും ഇപ്പോൾ സമരം ചെയ്യാൻ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലേക്ക് പോകാതിരിക്കുന്ന ആളുകളും ഒക്കെ ആശാ വർക്കർമാർ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ കേന്ദ്രത്തിനെതിരെ ഇറങ്ങേണ്ട സമയമാണ് ഇതെന്ന് പറയുന്ന CPM-നെയും CITU-നെയൊക്കെയാണ് ഇപ്പുറത്ത് കാണുന്നത്. അവരുടെ ആ ആഹ്വാനം നിങ്ങൾ എങ്ങനെ കാണുന്നു? ഇതിൽ കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ദീപാനിൽ കാര്യമറിയാതെ പറഞ്ഞു പോവുകയാണെന്ന്. കാരണം 2023-24 NHM ഫണ്ട് 636 കോടി രൂപ തരാനുള്ളത് ഒരു നയാ പൈസ പോലും കേരളത്തിന് തന്നിട്ടില്ല. ഏകദേശം 10 കോടിയോളം ഒരു മാസം ഇൻസെൻറ്റീവ് മാത്രം കൊടുക്കാൻ, ആശാ വർക്കർമാർക്ക് ഇൻസെൻറ്റീവ് മാത്രം കൊടുക്കാൻ ഏകദേശം 10 കോടിയോളം രൂപ ഒരു മാസം വേണം. അങ്ങനെ വരുന്ന സമയത്ത് 12 മാസം 120 കോടി രൂപ വേണം ഒരു വർഷം കൊണ്ട്. അതിൽ 60% കേന്ദ്ര തരേണ്ടത്. 72 കോടി രൂപ ആ ഇനത്തിൽ ആശാ വർക്കർമാർക്ക് കിട്ടാനുള്ളത് കേന്ദ്രം തന്നിട്ടില്ല. ആ സമയത്ത് 2023-24 ഈ വിഭാഗം തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ഈ ഇൻസെൻറ്റീവ് കൂടിക്കൊടുത്ത് തീർത്തിട്ടുള്ളത്. 5 പൈസ ഇന്നും ആ 636 കോടിയിൽ കിട്ടിയിട്ടില്ല. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധി സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറേ ഇത്തരം കാര്യങ്ങളിലുള്ള കാര്യങ്ങൾ അറിയാത്ത സ്ഥിതിവിശേഷമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വില ചർച്ച കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ആശമാരെ പറ്റി കൂടുതൽ ഇവർക്ക് അറിയില്ല. അവിടെ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവരുടെ അവസ്ഥ അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു സെക്രട്ടറി ഒന്നും ഒരു ആശാ വർക്കറോ ഒന്നും അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പം നാട്ടിൽ നടക്കുന്ന സംഭവം, ഇപ്പം നേരത്തെ ബഹുമാന്യനായ ഇതിൻ്റെ അവതാരകൻ ലാൽ പറഞ്ഞു ഈ 13,500 മാത്രമല്ല, ട്രൈബൽ ഏരിയയിലുള്ള ആശമാർ 15,000 വരെ വാങ്ങിയവരുണ്ട്. ഇത് 13,200 വാങ്ങുന്നു എന്ന് പറയുന്നത്, ഞാനൊരു ആശാ വർക്കറാണ്. ദീപ പറയുന്നത് തെറ്റാണ്. ദീപാനിൽ പറഞ്ഞത് തെറ്റാണ്. ഞാൻ ആശാ വർക്കറാണ്. ഞാൻ വാങ്ങുന്ന വേതനം എനിക്കറിയാം. അപ്പം കൃത്യമായിട്ട് ജോലി ചെയ്യുന്നവർക്ക്, ഇവർ കുറേ ആളുകളുടെ കാര്യം പറഞ്ഞു 9,000, 8,000, 10,000 ഒക്കെയാണ് കിട്ടുന്നതെന്ന്. ജോലി ചെയ്യുന്നവർക്കേ വേതനം കിട്ടും, ജോലി ചെയ്യാത്തവർക്ക് വേതനം കിട്ടില്ല. കാരണം ഫിക്സഡ് ഇൻസെൻറ്റീവും ഹോണറേറിയവും കിട്ടിയെന്നിരിക്കട്ടെ, എന്നാൽ നിശ്ചിത ഇൻസെൻറ്റീവ് കിട്ടണമെങ്കിൽ അതത് ജോലിക്ക് ഇത്ര തുക എന്ന് പറഞ്ഞാണുള്ളത്. ഇപ്പോൾ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്താൽ 100 രൂപ, കുത്തിവെപ്പിൽ പങ്കെടുത്താൽ 100 രൂപ, പാലിയേറ്റീവിൽ പങ്കെടുത്താൽ 100 രൂപ, ഒരു കുട്ടിയെ കുത്തിവെപ്പ് എടുപ്പിച്ചാൽ 20 രൂപ, അങ്ങനെയാണ് കൊടുക്കുന്നത്. ആ ജോലികളൊക്കെ ചെയ്യുന്നവർക്കേ ആ ഇൻസെൻറ്റീവൊക്കെ കൂടെ കിട്ടൂ. അതും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പ്രവർത്തിക്കാതെ നമ്മൾക്ക് ശമ്പളം കിട്ടണം എന്ന് പറഞ്ഞാൽ അത് ലഭിക്കില്ല. പിന്നെ ഇടതുപക്ഷ ഗവൺമെൻറ് ഉള്ളത് കൊണ്ടാണ് 2023-24 ഇൻസെൻറ്റീവ് വാങ്ങിയിട്ടുള്ളത്. ഇപ്പം നിരവധിയായ പ്രശ്നങ്ങൾ ആശമാർക്കുണ്ട്. ഞങ്ങൾ നാളെ ആദായ കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിന് മുൻപിലേക്ക് സമരം വെച്ചിട്ടുണ്ട്. വരുന്ന ഒരു വർഷക്കാലം കേന്ദ്ര ഗവൺമെൻറ് ഈ ആശമാരോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ, കേരളത്തിലെ NHM ഫണ്ട് വെട്ടിച്ചുരുക്കുന്നതിനെതിരെ, 2023-24 636 കോടി തരാത്തതിനെതിരെ
ഞങ്ങൾ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്രക്ഷോഭമാണ് ഞങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നാളെ നമ്മുടെ എല്ലാ ജില്ലകളിലും, തിരുവനന്തപുരത്ത് നാളെ ഒരു വിഷയം ഉള്ളത് കൊണ്ട് 28-നേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും 27-ന് കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിലേക്ക് സമരം നടക്കുകയാണ്. അതിന്റെ തുടർ സമരങ്ങൾ വരാൻ വേണ്ടി വലിയ സമരത്തിലേക്കാണ് ആശാ വർക്കർമാരുടെ സംഘടന പോകുന്നത്. അവിടെയാണ് ഈ പറയുന്ന സംസ്ഥാന സർക്കാരിനുള്ള എതിരെയുള്ള ഒരു പ്രക്ഷോഭമായി ഒരു ഭാഗത്ത് ഇപ്പോൾ സമരം നടക്കുന്നത്. അതിനെ സംസ്ഥാനത്തെ പ്രതിപക്ഷ പാർട്ടികൾ അതിൻ്റെ കൂടെ നിൽക്കാൻ ശ്രമിക്കുന്നത്, മാധ്യമങ്ങൾ അത് വലിയ ചർച്ചയാക്കുന്നത്. അതേസമയം അതിനേക്കാൾ വലുതാണ് പ്രശ്നം. കണ്ടില്ലേ, പൈസ കൊടുക്കാതിരുന്നിട്ടും, കേന്ദ്ര സർക്കാർ പൈസ കൊടുക്കാതിരുന്നിട്ടും 2023-24 സാമ്പത്തിക വർഷത്തിൽ ആശാ വർക്കർമാർക്കുള്ള കേന്ദ്ര വിഹിതം ലഭിക്കാതായിരുന്നിട്ട് കൂടി എല്ലാ മാസവും ഈ ഇൻസെൻറ്റീവ് കൃത്യമായി കൊടുത്തു ഈ സർക്കാർ എന്നുള്ള കാര്യം പോലും അറിയാതെയാണ് ദീപാനിലൊക്കെ പറയുന്നത് എന്ന കാര്യം കേൾക്കേണ്ടി വരുന്നത്. ദീപാനിൽ അവസാനത്തെ ഒരു 1.5 മിനിറ്റാണ് താങ്കൾക്ക് ഇപ്പോൾ ഉപയോഗിക്കാനാകുക. അത് ഈ കാര്യത്തിൽ കേരളത്തിലെ ആശാ വർക്കർമാർ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഏതാണ്ട് സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. ഈ പൈസ കൂട്ടുന്നതും അതുപോലെയുള്ള കാര്യങ്ങൾ. പിന്നെ ഒരുപാട് ടെക്നിക്കൽ പ്രശ്നങ്ങളുണ്ട്. കേന്ദ്ര സർക്കാർ ചില കാര്യങ്ങൾ ഇടപെടേണ്ട കാര്യങ്ങൾ തന്നെയുണ്ട്. അതനുസരിച്ച് ഇവർ നിയമനം കിട്ടിയ ആളുകളല്ല, തൊഴിലാളികളല്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുത്ത് അവരെ അതിനനുസരിച്ച് കൈകാര്യം ചെയ്യാനുള്ള ഒരു ആനുകൂല്യം നിയമപരമായി കിട്ടാനൊക്കെ ശ്രമിക്കണം. ഇതിനൊക്കെ തരൂർ പറയുന്ന വഴി, INTUC-യുടെ വഴി, ഇതൊക്കെ കോൺഗ്രസ് സ്വീകരിക്കാതെ പിണറായിക്കെതിരെ ഇരുന്നോട്ടെ എന്നുള്ളിടത്ത് നിൽക്കണോ? ഇത് കോൺഗ്രസിന്റെ സമരമല്ല. ആദ്യം തന്നെ ഇത് ആശാ വർക്കർമാരുടെ സമരമാണ്. ഒരു ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷ പാർട്ടി എന്നുള്ള രീതിയിൽ ഈ സമരം ഒരു വിജയത്തിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അവരുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള സഹായം അവർക്ക് ചെയ്യുക എന്നുള്ളത് കോൺഗ്രസിന്റെ ബാധ്യതയും ഉത്തരവാദിത്വവും തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു കാര്യം പറഞ്ഞതില് നമുക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിവിടെ സ്റ്റേറ്റ്മെന്റ് ശ്രീ അനിൽകുമാറും ശ്രീമതി പ്രേമയും പറയണ്ടായി. 15ാം ധനകാര്യ കമ്മീഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് 18 സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചതില് ഏറ്റവും കൂടുതൽ മേടിച്ച സംസ്ഥാനം, ഏറ്റവും കൂടുതൽ കിട്ടിയത് കേരളത്തിനാണ്. 5 വർഷത്തിന് കോവിഡ് സമയം ഉൾപ്പെടെ 54,000 കോടി രൂപയാണ് കിട്ടിക്കഴിഞ്ഞത്. ഇത് 6 വർഷം കൊണ്ടെടുക്കേണ്ട ഈ 54,000 കോടിയാണ് 4 വർഷം കൊണ്ട് എടുത്തു തീർത്തിട്ട് ഇനിയും അതോടൊപ്പം അപ്പൊ ഈ കേരളത്തിൽ അതിനനുസരിച്ച് ആശാ വർക്കർമാർക്ക് നേട്ടങ്ങളുണ്ടല്ലോ. ആശാ വർക്കർമാർക്ക് ദീപയോടാണ് ചോദ്യം. ആശാ വർക്കർമാർക്ക് കേരളത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ടല്ലോ. ഇവിടെ വേതനം കൊടുക്കുന്ന കാര്യത്തിലും, ഓണറേറിയം കൊടുക്കുന്ന കാര്യത്തിലും, ഇൻസെന്റീവ് കൊടുക്കുന്ന കാര്യത്തിലും ആശാ വർക്കർമാർക്ക് വ്യത്യാസമുണ്ടല്ലോ. നിങ്ങൾ ഭരിക്കുന്ന കർണാടകത്തിൽ എന്താണ് സ്ഥിതി? നിങ്ങൾ ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങൾ എന്താണ് സ്ഥിതി? സമരത്തിലേക്ക് വരട്ടെ. എന്താണ്? കർണാടകയിൽ ആശാ വർക്കർമാർക്ക് ഇവിടെ കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ ഓണറേറിയം കിട്ടുന്നുണ്ട്. 5 ലക്ഷം രൂപ കൊടുക്കുന്നു എന്ന് പറഞ്ഞത് പ്രേമ അതിന് മറുപടി പറയും. ഞാനത് പ്രേമയിലേക്ക് വരുമ്പോൾ ചോദിക്കാം. അനിൽകുമാർ, താങ്കളുടെ ഊഴമാണ്. ഇല്ല, ദീപയുടെ സമയം കഴിഞ്ഞു. അനിൽകുമാറിന്റെ 1.5 മിനിറ്റ്, അത് കഴിഞ്ഞ് പ്രേമയിലേക്ക് വരാം. പ്രേമ ദയവായി. ഞാൻ അവസാനം പ്രേമയിലേക്ക് വരാം. ആന്ധ്രാപ്രദേശ് ഞാൻ പറയാം, ഹോണറേറിയത്തിന്റെ സ്ഥിതി പറയാം. ആന്ധ്രാപ്രദേശ് ഇൻസെന്റീവും ഹോണറേറിയവും കൂടി ഒരു ഫിക്സഡ് ആയിട്ട് 10,000, ആസാം 3,000, ബീഹാർ 3,000, ജാർഖണ്ഡ് 2,000, ഗുജറാത്ത് 2,000, ഹരിയാന 6,100, കർണാടക 5,000, കേരളം 7,000, MP 6,000, മഹാരാഷ്ട്ര 5,000, ഒഡീഷ 4,200, രാജസ്ഥാൻ 2,000, തെലുങ്കാന 7,000, 6,500, ത്രിപുര 5,500, ഉത്തരാഖണ്ഡ് 4,000. കേരളത്തിലാണ്. അതെ. അപ്പോ ആ കാര്യത്തിൽ 7,000 രൂപ കൊടുക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. 5,000 രൂപയാണ് കർണാടക കൊടുക്കുന്നത്. അനിൽകുമാർ, ഈ 7,000 രൂപ ആണ് കേരളത്തിൽ എന്നിപ്പോ വ്യക്തമായി. അത് ദീപാവലി സമ്മതിക്കുന്നുണ്ട്. അപ്പോ മറ്റൊരു വാദമാണ്, ഇവിടെ ചെലവ് കൂടുതലാണല്ലോ. അനിൽകുമാർ പറഞ്ഞു നിർത്തൂ. അനിൽകുമാറിന്റെ
ആണ് അവസാനത്തെ ഊഴം. ഇവിടെ ഒറ്റ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആശാപ്രവർത്തകരെന്നല്ല, ഈ സമൂഹത്തിൽ ജോലിയെടുക്കുന്ന ഓരോ മനുഷ്യനും അന്തസ്സായി ജീവിക്കാൻ ആവശ്യമായ ഉയർന്ന വേതനം വേണം. ആ വേതനത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നടന്ന സമരം കേരളത്തെ തകർക്കുമെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ വേതന വർധനവിന് വേണ്ടിയുള്ള നിങ്ങളുടെ സമരം കേരളത്തെ തകർക്കുമെന്ന് പറഞ്ഞവരെല്ലാം യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേതനം വാങ്ങിക്കൊടുത്തുകൊണ്ട് കേരളം വളരുന്നു, നിക്ഷേപ സൗഹൃദമാകുന്നു എന്നിടത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിൽ ബാക്കിയുള്ളവർക്കാർക്കും വേതന വർധനവിന് സമരം നടത്താൻ അവകാശമില്ല, ചുമട്ടുതൊഴിലാളിക്ക് അവകാശമില്ല, KSRTCക്കാർക്ക് അവകാശമില്ല, ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് അവകാശമില്ല, മറ്റ് തൊഴിലാളിക്കൊന്നും അവകാശമില്ല. ആശാപ്രവർത്തകർക്ക് മാത്രം ഇത്തിരി അവകാശമുണ്ട്. അത് പിണറായി വിജയനോട് ചോദിച്ചാൽ മാത്രം നിങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പറയുന്നതാണ് സെലക്റ്റീവ് സമരത്തിൻ്റെ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഉന്നം. ആ ഉന്നം പിണറായി വിജയൻ സർക്കാരിനെതിരെ നിങ്ങൾ ലക്ഷ്യമിടുന്നതിൻ്റെ പിന്നിൽ മറ്റൊന്നുമല്ല. അതുകൊണ്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊരവസരമാണ്. ഞങ്ങൾ പറയാം, ഇതൊരവസരമാണ്. സമരങ്ങളെന്ന് പറയുന്നത് എപ്പോഴും ചർച്ചയ്ക്കൊരവസരമാണ്, സർവകലാശാലയാണ്, പഠിക്കാൻ പറ്റുന്നതാണ്. ആശയ സമരത്തിൽ ഞങ്ങൾ പഠിക്കുകയാണ്. എന്താ പഠിക്കുന്നത്? കേന്ദ്ര സർക്കാരിനെ എതിരായിട്ട് ഇവിടുത്തെ ആശാപ്രവർത്തകരെ അണിനിരത്തുന്നതിൽ കുറെ കൂടെ ശക്തി വേണം. ഈ പണം മുഴുവൻ കൊടുക്കുന്നത് കേരളമാണെന്ന് ഇവിടുത്തെ ആശാപ്രവർത്തകരോട് പറയാൻ അവസരം തന്നിട്ടില്ല. ഇപ്പം ഇതാ ഇവിടെ സഖാവ് പ്രേമം പറഞ്ഞ പോലെ ആശാപ്രവർത്തകർ അവരോട് പറയുകയാണ്, ഈ കാശ് തരുന്നതിൽ ഇത്ര ഞങ്ങളുടെയാണ്, മോദിയുടെ ഇത്രയേ ഉള്ളൂ, മോദി കുറച്ചുകൂടെ കാശ് കിട്ടാൻ വേണ്ടി നമുക്കൊരു സമരം അങ്ങ് നടത്തിയാലോ? ആരാ വരാത്തത്? ഇത് നടത്താൻ പോവാണ്. അതുകൊണ്ട് ഈ സമരത്തെ അവസരമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തും. അങ്ങനെയാണ് ഞങ്ങൾ ഈ പോരാട്ടത്തെ കാണുന്നത്. വളരെ വ്യക്തമാണ്. എന്തായാലും ഇതൊരു അവസരമായിട്ട് എടുക്കുകയാണ് CPIM അല്ലെങ്കിൽ ഇടതുപക്ഷം. ഈ അവസരം ഉപയോഗിച്ച് കേരളത്തിലെ ആശാ വർക്കർമാർക്ക് പ്രയോജനമുണ്ടാക്കുന്ന, കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ പണം വാങ്ങിയെടുത്തും അവർക്ക് കൂടുതൽ അവകാശങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുമുള്ള സമര പോരാട്ടത്തിലേക്ക് CITU നയിക്കുന്ന ഈ ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ പോകുമ്പോൾ അതിനൊപ്പം നിൽക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ. അവിടെയാണ് തെറ്റിദ്ധരിക്കപ്പെട്ട് മാറി നിൽക്കുന്ന കുറച്ചു പേരെ ഉപയോഗിച്ച് കേവല രാഷ്ട്രീയത്തിന് വേണ്ടി പിണറായി സർക്കാരിനെ എതിർക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ ശക്തികളെ ഇവിടെ ഇപ്പോൾ തുറന്നു കാട്ടാനുള്ള ശ്രമവും നടക്കുന്നത്. ഇപ്പോൾ ഈ ചർച്ചയിൽ നമുക്ക് വ്യക്തമായത് പല കാര്യങ്ങളിലും കേരള സർക്കാർ ആശാ വർക്കർമാർക്കൊപ്പം നിന്ന് അവരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വേതനം കിട്ടുന്നത് കേരളത്തിലെ ആശാ വർക്കർമാർക്കാണ്. അവരുടെ ജോലിയുടെ കാര്യത്തിൽ ഇത്രയധികം മാന്യതയുള്ളത് കേരളത്തിലാണ്. ഓണറേറിയത്തിൽ ഇപ്പോൾ വർധനവുണ്ടായിരിക്കുന്നു. അവർ ആവശ്യപ്പെട്ട മിക്കവാറും കാര്യങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നു. കേന്ദ്രം നൽകാതിരുന്നിട്ടും ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നു. ഇനി തീരുമാനിക്കട്ടെ ബാക്കി ആശാ വർക്കർമാർ. ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ അനിൽകുമാർ, ദീപാനിൽ, ഒപ്പം PP പ്രേമ, എല്ലാവർക്കും നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുകയാണ്.